നമ്മുടെ ഗ്രൂപ്പിന്റെ മുഖ്യ രക്ഷാധികാരിയും നമുക്കെല്ലാം നിറഞ്ഞ പ്രചോദനങ്ങൾ നൽകുകയും ചെയ്യുന്ന ഡോക്ടർ അൻവർ അമീൻ സാഹിബിനെ ഷോൾ അണിയിച്ചുകൊണ്ട് ആദരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേദിയിൽ നമ്മളോടൊപ്പം ഇങ്ങനെ വെള്ളയും എടുത്ത് ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ട് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വ്യക്തി ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്താൻ ആവശ്യമില്ല. എങ്കിൽ കൂടി ഞാൻ വളരെ ആദരപൂർവം അദ്ദേഹത്തിന്റെ അനുമതിയോടുകൂടി ഡോക്ടർ അൻവർ അമീനെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ്. റീറ്റെയിൽ വ്യാപാരം, ആരോഗ്യ സംരക്ഷണം, ഭക്ഷ്യ സംസ്കരണം, ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്, പ്രോപ്പർട്ടി മാനേജ്മെന്റ് തുടങ്ങിയ മേഖലകളിൽ ഏകദേശം $700 മില്യൺ വാർഷിക വിറ്റുവരവുള്ള വ്യത്യസ്തങ്ങളായ 25ഓളം വ്യാപാര വ്യവസായ ശൃംഖലകളുടെ അമരക്കാരനാണ് ഡോക്ടർ അൻവർ അമീൻ. പ്രിയരെ, ഇന്ത്യയിലും വിദേശങ്ങളിലുമായി നിരവധി അന്താരാഷ്ട്ര വേദികളിൽ ക്ഷണിതാവായ പ്രഭാഷകനാണ് നമുക്ക് മുന്നിലിരിക്കുന്ന ഡോക്ടർ അൻവർ അമീൻ. പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന്റെ വിദ്യാഭ്യാസ ഉന്നതിക്ക് വേണ്ടി അഹോരാത്രം യത്നിക്കുന്ന വിദ്യാഭ്യാസ പ്രവർത്തകനാണ് ഡോക്ടർ അമീൻ. കായിക രംഗത്ത് സ്വയം വ്യക്തിമുദ്ര പതിപ്പിക്കുകയും മറ്റുള്ളവരെ നിരന്തരം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന സ്പോർട്സ്മാനാണ് ഡോക്ടർ അൻവർ അമീൻ. കൽപ്പകഞ്ചേരിയുടെ ഈ അഭിമാനപുത്രനെ കുറിച്ച് പറയാനും പ്രകീർത്തിക്കാനും ഏറെയുണ്ട് നമുക്ക്. റീറ്റെയിൽ ബിസിനസ് മാനേജ്മെന്റിൽ കൊളംബോ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറേറ്റ്, ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ബാച്ചിലർ, മാസ്റ്റർ ബിരുദങ്ങൾ നേടിയ ഡോക്ടർ അൻവർ അമീൻ ഒരു കമ്പ്യൂട്ടർ സയൻസ് ബിരുദധാരി കൂടിയാണ്. ടീം ലീഡർഷിപ്പ്, സ്ട്രാറ്റജിക് പ്ലാനിംഗ്, റിസർച്ച് അനാലിസിസ്, പ്രോജക്ട് മാനേജ്മെന്റ്, റിലേഷൻഷിപ്പ് ബിൽഡിംഗ്, കോമ്പറ്റിറ്റീവ് ഇന്റലിജൻസ്, ഓപ്പറേഷണൽ എക്സലൻസ്, റവന്യൂ എൻഹാൻസ്മെന്റ് തുടങ്ങിയ പുതിയ കാല ഗുണവിശേഷണങ്ങളാൽ സമൃദ്ധമാണ് ഡോക്ടർ അമീന്റെ വ്യക്തിത്വം. പ്രിയപ്പെട്ടവരെ, ഇന്ത്യയിലും UAE, കുവൈത്ത്, ഒമാൻ, ശ്രീലങ്ക, ചൈന, ബംഗ്ലാദേശ്, തായ്ലൻഡ്, ഹോങ്കോങ്, അസർബൈജാൻ, തുർക്കി തുടങ്ങിയ വ്യത്യസ്ത വിദേശ രാജ്യങ്ങളിലായി 80ലധികം ഔട്ട്ലെറ്റുകളും 7000ഓളം തൊഴിലാളികളുമുള്ള റീജൻസി ഗ്രൂപ്പ് ആൻഡ് ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലകളുടെ മാനേജിംഗ് ഡയറക്ടറാണ് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ മഹാവ്യക്തി. നിങ്ങൾ എനിക്ക് നൽകിയ അംഗീകാരത്തിന്, സ്നേഹത്തിന്, സ്നേഹവായ്പിന് ഹൃദയത്തിൽ നിന്നുള്ള 1000 നന്ദി ഞാൻ പ്രകാശിപ്പിക്കുക. ഒരുപാട് കൂട്ടങ്ങൾ നമ്മുടെ ഈ കൽപ്പകഞ്ചേരി സ്കൂളിൽ തന്നെ ഉണ്ട്. സ്കൂളിൽ പഠിച്ച ആൾക്കാരെ കൂട്ടുണ്ട്, ഓരോരുത്തരുടെ പേരിലുള്ള കൂട്ടങ്ങളുണ്ട്. ഞാൻ നാളെ ഇവിടെ തിരൂര് നാസർ എന്ന് പേരുള്ള എല്ലാവരും കൂടി കൂടുന്ന ഒരു കൂട്ടങ്ങളുണ്ട്. ഒരുപാട് കൂട്ടങ്ങൾ ഇപ്പൊ ഉണ്ട്. പക്ഷേ നമ്മുടെ ഈ 86 നോസ്റ്റാൾജിയ എന്നുള്ള ഈ കൂട്ടത്തിന് കഴിഞ്ഞ കാലങ്ങളിൽ നിന്നുള്ള ഒരുപാട് വ്യതിരിക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നാസർ മോനെ പോലെയുള്ള, അതേപോലെ തന്നെ നമ്മുടെ പ്രസിഡന്റ് ദീപ്തി കുമാറിനെ പോലെയുള്ള കൂടെയുള്ള നല്ലൊരു ടീം നമ്മുടെ പരസ്പരം ഉണ്ടാകുന്ന ദുഃഖത്തിലും അതേപോലെ തന്നെ സന്തോഷത്തിലും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരാൾക്ക്, ഈ ഗ്രൂപ്പിലുള്ള ഒരാൾക്ക് ഒരുപാട് ബ്രദേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ഒരുപാട് സിസ്റ്റേഴ്സ് ഉണ്ട് എന്നുള്ളൊരു ബോധം നൽകാൻ ഈ ഗ്രൂപ്പിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ വലിയൊരു കാര്യമാണ്. ഒരാൾക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടായാൽ,
ഒരു മരണപ്പെട്ട് അല്ലെങ്കിൽ ഒരു അസുഖമാണ് അല്ലെങ്കിൽ ഒരു പ്രയാസമുണ്ട് എന്ന് അറിയുമ്പോൾ നമ്മുടെ സ്വന്തം കുടുംബത്തിൽ നിന്നുള്ള ആളുകളൊക്കെ ചിലപ്പം ഗൾഫിലോ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും ഓടി വരാൻ, അല്ലെങ്കിൽ ഒന്ന് കണ്ണീരൊപ്പാൻ, അല്ലെങ്കിൽ കൂടെ നിൽക്കാൻ, അല്ലെങ്കിൽ സന്തോഷം പങ്കിടാൻ നമുക്ക് നമ്മുടെ കൂടെ ഒരു 100 ആളുണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസം നൽകുന്നത് ചെറിയ കാര്യമല്ല. അപ്പൊ ഇത് വളരെ ചെറുതായി തുടങ്ങിയ ഒരു സംഭവമാണെങ്കിലും ഈ നൽകുന്ന ഒരു ഉത്തേജനം ഒരു വലിയ സംഭവമാണ്. ഇപ്പൊ ഒന്നിവിടെ സംസാരിക്കുമ്പോൾ മുനൈസ് മാസ്റ്ററിനോട് സൂചിപ്പിച്ച് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഒന്ന് പറയണം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ സ്റ്റേജിൽ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു അകൽച്ച തോന്നുന്നത്. അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു എന്തോ ഒരു പോഡിയം പോലെ തോന്നുന്നു. അവിടെ ഞാൻ പറഞ്ഞു നമുക്ക് ഒന്നിച്ച് നിന്ന് സംസാരിക്കാൻ. അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് എന്താ വെച്ചാല്, ഈ ഒരു ഗ്രൂപ്പ് ചെറിയ ആശയത്തോടു കൂടി തുടങ്ങിയെങ്കിലും ഈ ആളുകൾക്ക് ദൈനംദിന ജീവിതത്തിന്റെ ഒരു ഭാഗമായി അവരുടെ സന്തോഷത്തിന്റെയും സന്ദേഹത്തിന്റെയും അതേപോലെ തന്നെ പ്രയാസങ്ങളുടെയും കൂടെ നടന്നു പോകാനുള്ളൊരു ഒരു യാത്രയാണ് ഈ ഒരു ഗ്രൂപ്പ്. ഇത് എന്നും നിലനിൽക്കേണ്ടതുണ്ട്. നമ്മളൊക്കെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞു, ഉന്നത വിദ്യാഭ്യാസങ്ങളിലേക്ക് പോയി, ജോലിയിൽ പ്രവേശിച്ചു, കല്യാണം കഴിഞ്ഞു, കുട്ടികളായി, പേരക്കുട്ടികളായി. നാസർമോൻ പറഞ്ഞ അത്രയൊന്നും ആയിട്ടില്ലെങ്കിലും ഒരു 50 പിന്നിട്ട് ഹാഫ് സെഞ്ചുറി കഴിഞ്ഞ് ഇങ്ങനെ പോവാണ്. പ്രായം അയക്കണോന്ന് ചോദിച്ചാൽ അയക്കുന്നുണ്ട് എന്നുള്ള തോന്നൽ വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ചിലൊരു ഡൈ ഒക്കെ അടിച്ച് ഇങ്ങനെ ഉഷാറായിട്ട് പിന്നെ ചെറുപ്പക്കാരായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ വരും കാലങ്ങളിൽ ഈ ഗ്രൂപ്പിന്റെ പ്രസക്തി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വർദ്ധിച്ചു വരികയാണ്. നമുക്കറിയാം, നമ്മുടെ കൽപ്പകഞ്ചേരി സ്കൂൾ, ഞാനൊക്കെ വിദ്യാഭ്യാസം തുടങ്ങുന്നത് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മളെ അക്ബർ ഇവിടെ ഉണ്ട്, ഞാനും അക്ബറും കൂടി ആയിരുന്നു നമ്മുടെ നേഴ്സറി തുടങ്ങിയത്. നമ്മുടെ ചാരത്ത് അബുവാക്കാന്റെ മോൾ ആയിഷ ടീച്ചർ ഉണ്ടായിരുന്നു, അവരെ പെരിയിൽ ഒരു നേഴ്സറിയാണ് തുടങ്ങിയത്. ഒരു 5-6 മാസം അത് കഴിഞ്ഞിട്ട് പിന്നെ തൊട്ടടുത്ത് നമ്മുടെ പഞ്ചായത്ത് ഒരു നേഴ്സറി തുടങ്ങി, നമ്മുടെ പോലീസ് സ്റ്റേഷന്റെ പിന്നിൽ. അവിടുന്ന് കൽപ്പകഞ്ചേരി LP സ്കൂള്, അവിടുത്തെ കല്ലട്ടുജി, അതേപോലെ തന്നെ നമ്മുടെ UP ഹൈസ്കൂള്, ഒരുപാട് നോസ്റ്റാൾജിക് ഫീലിങ്ങുകൾ നമുക്കുണ്ട്. നോസ്റ്റാൾജിക് ഫീലിങ്ങിനെ പറ്റി പറയുമ്പോൾ 10 മണിക്ക് ക്ലാസ് വിട്ടു കഴിഞ്ഞാൽ കോരൂന്റെ ചായപ്പീടിയും അമ്പിളി ഹോട്ടൽ, എന്തായിരുന്നു ഹോട്ടലിന്റെ പേര്, കോമള ഹോട്ടലും ചേരണ്ടി ഐസും, അതേപോലെ തന്നെ എന്തായിരുന്നു മസാലടിയും നമ്മളാ നാവൽപ്പഴത്തിന്റെ മരവും, അങ്ങനെയുള്ള ഒരുപാട് ഉള്ളിവടയും എല്ലാം കൂടി ആയിട്ടുള്ള നോസ്റ്റാൾജിക് ഫീലിംഗ് നമുക്ക് പങ്കുവെക്കാനുണ്ട്. അതൊക്കെ പങ്കുവെക്കാൻ തന്നെ ഇവിടെ നമ്മൾ വന്നിട്ടുള്ളത് അല്ല വെറുതെ കുറെ പിന്നെ മറ്റേ ഉട്ടോപ്യൻ ആശയങ്ങൾ പ്രസന്റ് ചെയ്യാനല്ല. ഇതൊക്കെ നൽകിയ ചില പാഠങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ കുട്ടികൾ ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കൊക്കെ ഒരു പ്രതിസന്ധി ഉണ്ടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പ്രയാസം ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം പിടിക്കും, അല്ലെങ്കിൽ സങ്കടം വരുന്നൊക്കെ ഉണ്ടെങ്കിലും ആ പ്രതിസന്ധിയെ മറികടക്കാൻ നമുക്ക് കഴിയാറുണ്ട്. ഇതിൽ വലിയൊരു പാടുണ്ട് ഇപ്പോൾ വളർന്നു വരുന്ന കുട്ടികൾക്ക്. അത് എന്തുകൊണ്ട് നമുക്ക് കഴിയുന്നു? അത് കഴിയുന്നത് നമ്മൾ പഠിച്ചിരുന്ന കാലത്ത് 10 പൈസ കൊടുത്ത് STക്ക് ബസ്സിൽ കുത്തി കുടിച്ച് കയറിയുന്നതും, കോണിന്റെ മേലെ നിന്ന് യാത്ര ചെയ്തതും, ജീപ്പിൽ തൂങ്ങി യാത്ര ചെയ്തതും, അതേപോലെ തന്നെ ക്ലാസ്സിൽ ജനാലിന്റെ പിന്നിൽ കൂടിയുള്ള ചാടിയിട്ട് പോയതും, ഇതൊക്കെ നമുക്ക് നൽകിയ കുറച്ച് പാഠങ്ങളാണ്. എന്താണ് പാഠങ്ങൾ? ഇവിടെയുള്ള സാധാരണക്കാരുമായി സംവദിക്കാനും പ്രയാസപ്പെടുന്നവന്റെ പ്രയാസങ്ങളെ മനസ്സിലാക്കിയെടുക്കാനും ആ സമൂഹത്തിലെ ഇഴകിച്ചേർന്ന് ജീവിക്കാൻ കിട്ടിയ ഒരു അസുലഭ മുഹൂർത്തമാണ്. ഞാൻ ഈ അസുലഭ മുഹൂർത്തം എന്ന് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ എന്റെ മക്കൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, അല്ലെ നിങ്ങളെ മക്കളുണ്ട്, പേരക്കുട്ടികളുണ്ട്. ഇവരൊക്കെ ഒരു കോൺവെന്റ് എഡ്യൂക്കേഷന്റെ ടൈപ്പിലാണ് ഇപ്പൊ നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനമുള്ളത്. ഒന്നെങ്കിൽ ബസ്സിൽ കയറിയിരിക്കുക, സ്കൂൾ ബസ്സിൽ നിന്ന് നേരെ അവിടെ ചെന്ന് ഇറങ്ങുക, അടുത്തിരിക്കേണ്ട കുട്ടിന്റെ പേര് ചോദിച്ചാൽ ചിലപ്പോൾ അറിയാത്തൊരു കോലാണ് ഉണ്ടാകുക. പിന്നെ അവര് ബാക്കിയുള്ള സമയത്തിന്റെ 90% സമയം സോഷ്യൽ മീഡിയകളിലാണ്. ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമില് ഫേസ്ബുക്കിലോ ട്വിറ്ററിലോ ഇൻസ്റ്റാഗ്രാമിലോ വാട്സപ്പിലോ ഏതിലെങ്കിലും ഉള്ള ഫ്രണ്ട്സിനെയാണ് അവർ കാണുന്നത്. യാഥാർത്ഥ്യ ജീവിതത്തിൽ ഒരു പ്രയാസം നേരിടുന്ന സമയത്ത് ആ പ്രയാസത്തിനെ നെഞ്ഞുകൂക്കോട് കൂടിയിട്ട് നേരിടാനുള്ള ഒരു കെൽപ്പ് നൽകിയ വിദ്യാഭ്യാസമാണ് കൽപ്പകഞ്ചേരി 86 ബാച്ചിലുള്ള കുട്ടികൾക്ക് കിട്ടിയ ആ ഒരു അഭിമാനകരമായ ഒരു അവസരം എന്ന് സൂചിപ്പിക്കാനാണ്. എനിക്കറിയാം കുറെ ടീച്ചർമാർ, ഞാനൊരു ടീച്ചർ മോനാണ്, എൻ്റെ ഉമ്മോടാണ്, നമ്മളെ കദിയ ടീച്ചർ മോന് റഷീദിന്റെ, അതേപോലെ തന്നെ നമ്മളെ അക്ബറിന്റെ സേനതാത്തൽ. അപ്പൊ അക്ബറിനായിട്ടൊക്കെ പിന്നെ മറ്റേ തല്ലൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എൻ്റെ അമ്മ വരും ചോദിക്കാൻ നമ്മളോട്, പേടിയായിരുന്നു അക്ബറിനെ തല്ലാനൊക്കെ.
ആ കാലത്ത്. അസം മാസ്റ്റർ നമ്മളെ പഠിപ്പിച്ച പിന്നെ ബദ്രുദ്ദീന്റെ വാപ്പ, ഒരുപാട് ടീച്ചേഴ്സിന്റെ മക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ പരസ്പരം പേര് പോലും അറിയാത്ത നമ്മളൊക്കെ ടീച്ചറമ്മയായിട്ടുള്ള ചന്ദ്രമതി ടീച്ചർ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ സ്കൂളിലെ മാഷന്മാരെ പറ്റി തന്നെ ഓർക്കുകയാണെങ്കിൽ നമ്മളൊക്കെ പേടി സ്വപ്നമാണ് കേശവ മാഷും അതേപോലെ തന്നെ പി ടി മാഷും കൂടി ഒന്നിച്ചു കഴിഞ്ഞാൽ, ഏത് രണ്ടാളും കൂടി ഒന്നിച്ചു കഴിഞ്ഞാൽ നല്ല ഉറപ്പായിരുന്നു നമുക്ക്. വലിയ കുരുത്തക്കേട് കാട്ടി കഴിഞ്ഞാൽ കൊണ്ടുപോയാലേ ആ റൂമൊക്കെ ആയിരുന്നു. ഇവിടെ ആ ഒരു പി ടി മാസ്റ്റർ റൂം ഉണ്ടായിരുന്നു, ഒരു സ്പോർട്സ് സ്റ്റാഫ് റൂം അല്ല, പി ടി മാസ്റ്റർ റൂം പറഞ്ഞിട്ടായിരുന്നു. അവിടെ പി ടി മാസ്റ്ററും കേശവ മാസ്റ്ററും കൂടി ഇരിക്കണേ പി ടി റൂം, അതെ പി ടി ടീച്ചർ റൂം. അപ്പോ ഞാൻ പറയുന്നത് ഒരുപാട് നോസ്റ്റാൾജിക് ഫീലിംഗ് നമ്മുടെ കേശവ മാഷ് ഒക്കെ മറക്കാൻ കഴിയാത്ത, നമ്മൾ തന്നെ പഠിക്കുന്ന സമയത്ത് മരിച്ച മൊയ്തുട്ടി മാഷ്, നമ്മളെ ചെടിയൊക്കെ വെച്ചുണ്ടാക്കിയ മൊയ്തുട്ടി മാഷ്, അതേപോലെ തന്നെ നമുക്ക് സാമൂൽ മാഷ്, അതേപോലെ നമ്മുടെ ലക്ഷ്മിക്കുട്ടി ടീച്ചർ, മാർത്തക്കുട്ടി ടീച്ചർ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മളെ മനോമുഖരത്തിലൂടെ പോകുന്ന സമയത്ത് നമുക്ക് നൽകിയ വലിയൊരു പാഠം. അതിൽ 3-4 ഗുണങ്ങളാണ് ഞാൻ ഒന്ന് പറഞ്ഞത്. സമൂഹവുമായി സംവദിക്കാനുള്ള സമയം, അല്ലെങ്കിൽ സമൂഹവുമായി സംവദിക്കാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടുന്നു. പലരും പറയും വലിയ വലിയ കോൺവെന്റ് എഡ്യൂക്കേഷനിലും അതേപോലെ തന്നെ അങ്ങനെയുള്ള ലെവലിൽ പഠിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ എവിടെയെങ്കിലുമൊക്കെ എത്തുന്നുണ്ട്. വെറുതെ പറയണം. എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഏതൊരു വിജയത്തിന്റെയും അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ സെൻസ് ആണ്, പകതിരിവാണ്. അതുണ്ടാകണമെങ്കിൽ ഇത്തരം സ്ഥാപനങ്ങൾ വലിയ ഗുണം നമുക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഗുണം ഇപ്പോൾ ഉള്ള തലമുറക്ക് ഇല്ല എന്നുള്ളത് വലിയൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ എന്താ പ്രോബ്ലം, ഇപ്പൊ വളർന്നു വരുന്ന തലമുറക്ക്, ഞാൻ സമയം ഉണ്ടെങ്കിൽ ഇപ്പൊ തലമുറനെ പറ്റി സംസാരിക്കുക, സമയത്ത് ഉനൈസ് മാഷ് ഇത് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഇപ്പോൾ ഉള്ള തലമുറക്ക് അന്യം നിന്ന് പോയ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഒരു നോസ്റ്റാൾജിക് ഹാപ്പിനെസ് പ്രകടിപ്പിക്കുന്നതിനും ഒത്തുചേരുന്നതിനും ബന്ധം നിലനിർത്തുന്നതിനും ഒക്കെയാണ് നമ്മൾ ഇന്ന് കൂടിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നില്ല ഇപ്പോ ഒരു SSLC ഉള്ളവരോ അതല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 4-5 വർഷം മുമ്പ് SSLC കഴിഞ്ഞവരോ ഇങ്ങനെ ഒരു കൂട്ടം ഉണ്ടാവുമെന്നുണ്ടാവും. അവര് ഓൺലൈനിലോ വിർച്വലോ എന്തെങ്കിലും കൂടിയിട്ട് എന്ത് ചെയ്യും, വല്ല തംസപ്പ് അടിക്കും എന്നുള്ളതല്ലാതെ ഫിസിക്കലായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ഉണ്ടാകുമെന്ന് എനിക്കൊരു ബോധ്യവുമില്ല. അപ്പോ ഈ ഒരു കൂട്ടായ്മ, ഈ ഒരു സ്നേഹബന്ധം, ഈ ഒരു സൗഹൃദം നമുക്ക് നിലനിർത്തേണ്ടത് വളരെ അനിവാര്യമാണ്. ഇത് രണ്ടത്തിൽ 1-2 ഈ മേഖലകൾ മാത്രം സ്പർശിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു സാമൂഹ്യമായി ജീവിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ ഈ രാജ്യത്ത് സാമൂഹ്യമായി ജീവിക്കുമ്പോൾ നമ്മളൊക്കെ കാണുന്ന ഒരു ലോകമുണ്ട്. എന്താണ് ആ ലോകം? വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും റിവഞ്ചിന്റെയും പ്രതികാര വാഞ്ചയുടെയും ഒക്കെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ അടുത്തിടെയായിട്ട് ഒരു 2 മാസം മുമ്പ് ഞാനും ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സയന്റിസ്റ്റും കൂടി ഒരു മീറ്റിംഗിൽ, ഡോക്ടർ അബ്ദുൽ നാസർ എന്നാണ് അയാളുടെ ഒരു മീറ്റിംഗിൽ ഇങ്ങനെ സംസാരിച്ചപ്പോഴേ, വീട്ടിലിരുന്ന് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പൊ പുതിയതായിട്ടുള്ള ചില കണ്ടെത്തലുകളിൽ വളരെ പ്രധാനമായിട്ടുള്ള ഒന്ന്, മിക്ക അസുഖങ്ങളുടെയും പ്രധാന ഹേതു എന്ന് പറയുന്നത് ഹോർമോണിക് ചേഞ്ചസ് ആണ്. നമ്മുടെ ശരീരത്തിൽ വിവിധ സമയങ്ങളിൽ ഉണ്ടാകുന്ന ഹോർമോണുകളുടെ പ്രവർത്തനമാണ് ഇന്നുണ്ടാകുന്ന മാരകമായ പല അസുഖങ്ങളുടെയും ഒരു മുഖ്യ ഹേതു എന്നാണ് എന്നോട് പറഞ്ഞത്. അതിനെ ഒരു തിയറി പറഞ്ഞു അയാള്. ജർമ്മനിയിൽ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഉണ്ടായ ഒരു പഠനത്തിനെ പറ്റി വലിയൊരു സംഭവമാണ്. ഒരു ഫ്ലവറുമായി ബന്ധപ്പെട്ട സംഭവം. എൻ്റെ സണ്ണിലോ ഇവിടെ ഉണ്ട്, PG ഡോക്ടറാണ്. അവർക്കൊക്കെ ചിലപ്പോൾ ഇത് അറിയുമെന്നറിയാം. പല ക്യാൻസർ പോലെയുള്ള അല്ലെങ്കിൽ മറ്റ് ഓർഗൻ ഫെയിലിയർ പോലെയുള്ള അസുഖങ്ങളുടെ ഒക്കെ ഹേതു എന്ന് പറയുന്നത് ഹോർമോൺസ്. ഇതുമായി ബന്ധപ്പെട്ട് പല പഠനങ്ങളും നടന്നിട്ടുണ്ട്. അപ്പൊ ഈ ചുരുങ്ങിയ കാലത്തെ ജീവിതം കൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു വളരെ നൈമിഷികമായ ഈ ഒരു ജീവിതം, ഈ ജീവിതത്തിൻ്റെ ഉള്ളിൽ ഈ വെറുപ്പും വൈരാഗ്യവും വിദ്വേഷവും അതേപോലെ തന്നെ പകയും ഒക്കെ ആയിട്ടാണ് നമ്മുടെ ഈ ലോകത്തുള്ള ആളുകൾ മുഴുവൻ നടക്കുന്നത്. വെറുതെ അസൂയപ്പെടുക. അസൂയ വലിയൊരു ഘടകമാണ് നമ്മുടെ ആൾക്കാരുടെ. ഈ അസൂയയിലൊക്കെ നമുക്ക് കുറെ ഹോർമോൺ എന്ത് ചെയ്യുന്നുണ്ട്, നെഗറ്റീവ് ഹോർമോൺസ് ഉണ്ടാക്കുന്നുണ്ട്. അതായത് മറ്റുള്ള ഒരാൾക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാകുന്നതിൽ വെറുതെ ഒരു വെറുപ്പ് മനുഷ്യനുണ്ടാക്കുക. ഒരാവശ്യമില്ല അതില്ല. പഴയ കാലത്തൊരു തമാശ ഉണ്ട്.
ഏതോ ഒരാൾ ദൈവത്തിനോട് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞു, എൻ്റെ അയൽവാസി ഇന്ന ആളെ പോലെ എനിക്കും പൈസക്കാരനാകണേ. അയാൾ കുറേ പ്രാർത്ഥിച്ചിട്ട് ഇയാൾ പൈസക്കാരനൊന്നും കാണില്ല. ഞാൻ 3-4 മാസം കഴിഞ്ഞ ശേഷം ഇയാൾ തിരിച്ച് പ്രാർത്ഥിച്ചെന്നാണ്. എന്നോട് ദൈവമേ, ഞാൻ 3-4 മാസമായി പറഞ്ഞു ചങ്ങായിൻ്റെ മാതിരി ഒരു പൈസക്കാരനാണ്, എങ്ങനെ അലവി കേൾക്കണില്ല. എന്നാൽ അയാളൊന്ന് എൻ്റെ മാതിരിയെങ്കിലും ആക്കി കാട്ടുന്നു, എന്നാലും അവന് സമാധാനമാണ്. അപ്പൊ സത്യത്തിൽ എന്താ വെച്ചാൽ അസൂയ കൊണ്ടാണ്. അതായത് ഈ അസൂയ എന്ന് പറയുന്നത് സത്യത്തില് നമ്മളുടെ ശരീരത്തിനെ ഫിസിക്കലായിട്ട് വളരെ തളർത്തുന്ന ഒരു വിഷയമാണ്. അതേപോലെ തന്നെ വെറുപ്പും വൈരാഗ്യവും എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം, ചില ആളുകൾ ഈ അസൂയ കൊണ്ട് മാത്രം എന്ത് ചെയ്യലുണ്ട്, ഒന്നുമില്ലാതായി പോകുന്നത്. പഴയ കാലത്ത് ഒരു കഥ എവിടെയോ കേട്ടിട്ടോ വായിച്ചിട്ടോ എനിക്ക് ചെറിയൊരു ഓർമ്മ ഉണ്ട്. ഒരാൾ കഴിച്ചിലാണത് ആൾക്കാർക്ക് എന്തല്ല വലിയ താല്പര്യമുള്ള കാര്യമല്ല. ഒരു കഥയാണ് കിട്ടാം. ഒരു പ്രായമുള്ള സ്ത്രീ നരകത്തിൽ പോയി. അങ്ങനെ നരകത്തിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് സ്ത്രീ ദൈവത്തിനോട് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പണ്ട് ഒരു കണ്ണട്ടൻ്റെ ഒരു 5 പൈസ കൊടുത്തിട്ടുണ്ട്, പിന്നെ ആ 5 പൈസ എന്ത് ചെയ്യണം, കണക്കാക്കിയിട്ട് സ്വർഗത്തിൽ ആക്കണം. അപ്പോ അങ്ങനെ ദൈവം പറഞ്ഞു, 5 പൈസ പിടിച്ചോ, 5 പൈസ ഇറക്കിക്കൊണ്ടു. അതിനെ പ്രായമുള്ള ഈ തള്ള എന്ത് ചെയ്യുന്നത് വെച്ചാൽ 5 പൈസ പിടിച്ച് നരകത്തിന് സ്വർഗത്തിൽ ഇങ്ങനെ കയറി വരികയാണ്, അഗാധമായ ഗർത്തത്തിൽ നിന്ന്. അപ്പൊ ആ തള്ളന്റെ കാലുമ്പോ വേറെ തള്ള പിടിച്ച്, അതിന്റെ താഴെ വേറെ കാക്ക പിടിച്ച്, അങ്ങനെ എല്ലാവരും ഇങ്ങനെ പിടിച്ച് കുറെ ആൾക്കാർ ഈ 5 പൈസ കയറി വരികയാണ്. അത് മേലെത്താൻ നേരത്ത് തള്ള നേരത്ത് നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് എന്ത് നരകത്തിന് സ്വർഗത്തിൽ കയറുണ്ട്. ഈ പണ്ടാറക്കാരന്മാർ ഇന്റെ 5 പൈസ മേലാണ് ഈ കഴിച്ചിലാണ് എന്ന് പറഞ്ഞിട്ട് അതോടുകൂടി തള്ളിയും താഴ്ത്തി പോയി എന്നാ പറഞ്ഞത്. മറ്റൊരാൾക്ക് എന്തെങ്കിലും ഉണ്ടാകാന്ന് കരുതിയിട്ട് അവൻ നമ്മളോടൊന്ന് കടം ചോദിക്കില്ലാന്നെങ്കിലും ഉള്ള ഒരു ബേസിക് കാര്യം നോക്കിയാൽ മതിയല്ലോ. അപ്പൊ ഇന്ന് സമൂഹത്തില് മുഴുവൻ ആളുകൾക്കും ഉള്ളത് ഞാനീ പറയുന്ന വികാരങ്ങൾ. ഒന്നുകില് പ്രതികാരം, അതല്ലെങ്കിൽ ശത്രുത, എന്തെങ്കിലും ഒരു കാരണം സാമൂഹികമായിട്ട് ഉണ്ടായിട്ടുണ്ടാവും. ക്ഷമിച്ചു കൊടുക്കാനേ ആൾക്കാർക്ക് പറ്റൂല. അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വെച്ചിട്ട് അദ്ദേഹത്തിനോടുള്ള പകയും വിദ്വേഷവും കൊണ്ട് നടക്കുക. എൻഡ് ഓഫ് ദ ഡേ നെറ്റ് റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ ശരീരമാണ് ശോഷിച്ചുകൊണ്ടിരിക്കുക. ഇതിന് കുറെ കാരണങ്ങളുണ്ട്. ഞാൻ ഇതിനെപ്പറ്റി ചെറിയ പഠനം നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായത്, ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് മനുഷ്യന്മാർ അളക്കാനുള്ള ഒരു അളവുകോല്, ആളുകൾ അളക്കുന്ന ഒരു അളവുകോല് പണമായിട്ട് മാറിയിട്ടുണ്ട്. അതായത് പണം വേണ്ട അല്ലെങ്കിൽ മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്, ഓരോന്നിന് കൊടുക്കേണ്ട ഒരു സ്ഥാനമുണ്ട്. വ്യക്തിബന്ധത്തിന്, സ്നേഹബന്ധത്തിന്, പണത്തിന്, അയൽവാസികൾക്ക്, കുടുംബത്തിനൊക്കെ കൊടുക്കേണ്ട സ്ഥാനമുണ്ട്. പണം ഒരു തോത് മാത്രമായി എടുത്തിട്ട് ആൾക്കാരെ കാണുന്ന സമയത്താണ് ഇവിടെ പ്രശ്നം ഉണ്ടാകുന്നത്. ഞാൻ എപ്പോഴും കുട്ടികളോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഞാനൊരു കഥ പറച്ചില്ല. ഒരു വീട്ടില് 3 ആൾക്കാരുണ്ട്, 3 മക്കളുണ്ട്. ഈ 3 മക്കൾക്ക് വ്യത്യസ്ത സമയങ്ങളിൽ 3 ആൾക്ക് പനി പിടിക്കുകയാണ്. ഒരാള് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്, ഒരാൾ വലിയൊരു ബിസിനസ്സുകാരനാണ്, ഒരാൾ അവിടെ ആടിനൊക്കെ നോക്കിയാണ് നടക്കണേ ഒരു നാട്ടിലൊക്കെ ഒരു പണി എടുക്കുന്ന ആളുമാണ്. ഈ 3 ആൾക്ക് വ്യത്യസ്ത സമയത്ത് പനി പിടിക്കുമ്പോ സ്വന്തം മാതാപിതാക്കൾ അവനെ ട്രീറ്റ് ചെയ്യുന്നത്, ആ 3 പേരെയും ട്രീറ്റ് ചെയ്യുന്നത് 3 രൂപത്തിലാണ്. ഗവൺമെന്റ് ഉദ്യോഗസ്ഥന് പണിയെടുത്ത് പനി പിടിച്ചു കഴിഞ്ഞാൽ നിൽക്കാൻ എന്ത് ചെയ്യും, വല്ല മെഡിക്കൽ ഷോപ്പിലും പോയിട്ട് ഏതെങ്കിലും ഒരു പാരസെറ്റമോൾ ടാബ്ലറ്റ് ഒക്കെ വാങ്ങിക്കൊടുക്കുന്ന രക്ഷിതാക്കൾ. ആ സാമ്പത്തികമായിട്ട് വലിയ അഭിവൃദ്ധിയുള്ള ആൾക്ക് പനി പിടിച്ചു കഴിഞ്ഞാല് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി കൊണ്ടുപോയിട്ട് അവനൊന്ന് അഡ്മിറ്റ് ചെയ്ത് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് അതൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് വിടും. ഇതേ രക്ഷിതാക്കളല്ല വരുമാനമൊന്നും ഇല്ലാത്തവർക്ക് പനി പിടിച്ചു കഴിഞ്ഞാല് പനി സാധാരണ 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് എന്താണെന്ന് മനസ്സിലാവുള്ളൂ, എന്നിട്ടൊക്കെ എന്തെങ്കിലും കുടിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് പല രക്ഷിതാക്കളും. ഞാൻ ഈ തമാശയിലൂടെ ഈ കഥ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ സമൂഹം ഒരാളെ നിർണയിക്കുന്നതിന്, ഒരാളെ പരിഗണിക്കപ്പെടുന്നതിന്, ഒരാളുടെ ക്വാളിറ്റി മെഷർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രധാന മാനദണ്ഡം സാമ്പത്തികമായത് കൊണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള നെഗറ്റീവ് എനർജി നമ്മുടെ ആളുകളിൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു കണ്ടെത്തൽ.
എല്ലാവരും പണത്തിന്റെ പിന്നാലെ നടക്കുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ ഈ കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട്, പഠിക്കുന്ന കുട്ടികളുണ്ട്, ജസ്റ്റ് പഠനം കഴിഞ്ഞ് ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള കുട്ടികളുണ്ട്. എന്താണ് നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ? എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ +2 പ്രീ ഡിഗ്രിക്ക് വളാഞ്ചേരി പഠിക്കുന്ന കാലത്താണ് മാധ്യമം പത്രം ആദ്യമായിട്ട് ഈ തേക്ക് മാഞ്ചിയം എന്ന് പറയുന്ന പാലക്കാടുള്ള ഒരു തട്ടിപ്പിനെ പറ്റിയിട്ട് എന്ത് ചെയ്തത് പുറത്തു വിടുന്നത്. അപ്പൊ കഴിഞ്ഞിട്ട് ഒരുപാട് കൊല്ലായി, 1998 മറ്റോ ആണ്. ഇത്ര കൊല്ലം കഴിഞ്ഞിട്ടും കോടിക്കണക്കിന് ആൾക്കാർ പല തട്ടിപ്പിലും കുടുങ്ങിയിട്ടും കോടികൾ പോയിട്ടും നാളെ വന്നിട്ട് ആരെങ്കിലും ഇരട്ടി ലാഭം തരും ഒരു കൊല്ലം കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി ആൾക്കാർ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് പൈസ ഇടുകയാണ്. അറബിയിലൊരു ചൊല്ലുണ്ട്, ഒരു റാത്തൽ ഇറച്ചി വേണം, പക്ഷെ ഒരു തുള്ളി ചോര പൊടിയാൻ പാടില്ല. എന്റെ മലയാളം വെർഷനാണ് ഞാൻ പറഞ്ഞത്, അറബിയിലൊരു ചൊല്ലാണ്, ഒരു പ്രോവർബാണ്. ഒരു റാത്തൽ ഇറച്ചി, റാത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ആണ്, കിലോഗ്രാമിന് പകരമുള്ള യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ആണ് അറബിയിൽ. ഒരു റാത്തൽ ഇറച്ചി വേണം, ഒരു തുള്ളി ചോര എന്ത് ചെയ്യാൻ പാടില്ല, പൊടിയാൻ പാടില്ല. അതിന്റെ അർത്ഥം എന്താ? ആൾക്കാർക്ക് അധ്വാനിക്കാനൊന്നും പറ്റുന്നില്ല, ഒരു എഫേർട്ട് എടുക്കാനും പറ്റൂല, ഒരു സ്ട്രെയിനോ സ്ട്രെസ്സോ ഒന്നും എടുക്കാൻ പറ്റൂല, അവർക്ക് നിറയെ പൈസയും വേണം. ഇതാണ് ആള്. ഞാനിപ്പോ സത്യത്തിലേ ഈ കച്ചവടത്തൊക്കെ ഇറങ്ങണതിന്റെ മുമ്പ് പഠിക്കുന്ന കാലത്തും അതേപോലെ തന്നെ പോളിയിലൊക്കെ അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്ന സമയത്തൊക്കെ ഇപ്പൊ നിങ്ങളോട് ഇപ്പൊ നമ്മളെ പെരക്കാരല്ല നിങ്ങളോട് പിന്നെ മറച്ചു വെക്കേണ്ട ആവശ്യം. ഞാൻ അങ്ങനെ മനസ്സിൽ കരുതിയിരുന്നത് ഈ ഗൾഫിലൊക്കെ ഉള്ള വലിയ വലിയ പൈസക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടച്ചോനെ അവർക്ക് ഒരു വിധിയായിട്ടാണ് കൊടുത്താണ് ഈ കാലം. ചിലവർക്ക് ചില വിധി ഉണ്ടാവുമല്ലോ, ആ നിലക്ക് പോലും പോയിട്ട് ഇങ്ങനെ കായൊക്കെ ഉണ്ടാക്കി വരികയാണ് ഈ കാലം എന്നൊക്കെ. ഞാൻ അങ്ങനെ അന്ന് നമ്മളെ ഇവിടുത്തെ ഒരാൾ എന്നുള്ള വഹാബ് പ്ലേറ്റ് എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ആ കാലമായിരുന്നു. അതാണ്. പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞ് നമ്മൾ ഈ കച്ചവടത്തിലൊക്കെ ഇറങ്ങി കുറെ ലോകരാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്ത് കുറെ ആൾക്കാരായിട്ടൊക്കെ സംസാരിക്കാനും ബന്ധപ്പെടാനൊക്കെ കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായ ഒരു സാധനം എന്താ വെച്ച് കഴിഞ്ഞാല്, വിഷയത്തിലും ഏർപ്പാടിലും നന്നായിട്ട് ശ്രദ്ധിക്കണമെന്ന് എവിടെയെങ്കിലും എത്തിപ്പെടുന്നു. നമ്മളൊക്കെ ചിന്തിക്കണതിന്റെ 100 ഇരട്ടി ചിന്തിക്കുന്ന ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത്, മേലേക്ക് കയറി പോകണം. അതിനനുസരിച്ചുള്ള പ്രയാസം ഇടങ്ങളൊക്കെ എടുക്കണമെന്ന് എവിടെ എത്തിയിട്ടുള്ളൂ. അത് എപ്പോഴും എൻ്റെ ഒരു തിയറി ഉണ്ട്, ഒരു കഫ്തീരിയ ആണെങ്കിൽ അവിടുത്തെ ബാർബാല കഴിവുള്ളവനും മുതലാളി കഴിവില്ലാത്തവനുമാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ബാർബാല മുതലാളിയാവും, മുതലാളി ബാർബാലിയാവും. ഇപ്പൊ ഗൾഫ് പോയവർക്കൊക്കെ അറിയാം, അതിന്റെ സത്യമാണ്. വിധിയും അതേപോലെ തന്നെ നമ്മുടെ ഫെയ്റ്റും കഥാകഥറൊക്കെ വേറെ ഉണ്ട് എന്ന് കരുതിയിട്ട് ഒരു നയാ പൈസന്റെ എഫേർട്ട് ഇടാതെ എന്തെങ്കിലും ആയി മാറണം എന്ന് പറയുന്നത് വിഡ്ഢികളെ ലോകത്തുള്ള ആൾക്കാരാണ്. വിഡ്ഢിത്താണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഫോക്കസ് ഇല്ല, വെറുതെ ഇങ്ങനെ പായാണ് മനുഷ്യന്മാർ. ഒരു ഹദീസിൽ ഒരു കോട്ടിങ് അടുത്ത വായിച്ചത്, ഒരാൾക്ക് 2 സ്വർണ്ണമലുള്ള ഒരാളാണ്. സ്വർണത്തിന്റെ 2 മല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഉണ്ടാവുമല്ലോ, കുറെ ടൺ ഉണ്ടാവുമല്ലോ സ്വർണം എന്ന് പറഞ്ഞാൽ. ഒരാള് വീട്ടിന് മുമ്പിൽ 2 സ്വർണത്തിന്റെ മല ഉണ്ട്. അയാളെ കോമൺ സെൻസ് വെച്ചിട്ട് അയാൾക്ക് ഉറപ്പാണ് എന്ത്, ഈ 2 സ്വർണത്തിന്റെ മലയും തൂക്കി വിറ്റ് കഴിഞ്ഞാൽ അയാളും അയാളെ 10 തലമുറയും എന്ത് ചെയ്യും, സ്വകാര്യം ജീവിക്കാൻ പറ്റുന്നത്. ഈ 2 സ്വർണത്തിന്റെ മലന്ന് ഒരു ചെരി തൊടാതെ എന്ത് ചെയ്യും, അയാൾ കിടന്ന് അധ്വാനിച്ചിട്ട് പ്രഷറും ഷുഗറും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ വന്നിട്ട് അയാൾ മരിച്ചു പോകുന്ന ഈ മല അവിടെ ബാക്കിയാവും ചെയ്യും. അപ്പോ നമ്മളുടെ ഒരു ചിന്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ജീവിതം എന്ന് പറയുന്നത് വേറെ കാലത്ത് വരാണ്ട് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് എന്നിട്ട് നമുക്കൊന്ന് ഉത്സാഹമായിട്ട് എന്ത് ചെയ്യാം, കാര്യങ്ങളൊക്കെ തുടങ്ങാന്നുള്ളിടത്താണ് ആൾക്കാരുള്ളത്. അപ്പൊ ഈ പഠിക്കുന്ന എന്റെ ചെറുപ്പക്കാരോട് പറയാനുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളോട് പറയാനുള്ളത്, വിഷയങ്ങളിൽ ശ്രദ്ധിച്ചിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, വളരെ സിൻസിയർ ആയിട്ട് മുന്നോട്ട് പോവുക. അതോടൊപ്പം പണത്തിന് മുഖ്യ പ്രാധാന്യം കൊടുക്കാതിരിക്കുക. പണം വഴിയേ വരും. നമ്മളെ വഴി ശരിയാണെങ്കിൽ, ഹാർഡ് വർക്ക് ചെയ്യുന്നതിന് പടച്ചോന്റെ കലാവും കൂടി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ പണവും മറ്റ് സൗകര്യങ്ങളൊക്കെ വഴിയേ വരും. ഇവിടെ ഉള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ നാട്ടിലുള്ള മെയിൻ പ്രോബ്ലം കമ്പയർ ചെയ്യും. ഭയങ്കര കമ്പാരിസൺ. ഓ അങ്ങനെ ചെയ്ത് നിൽക്കുക, അങ്ങനെ ചെയ്യണം, ഓനാ വണ്ടി എടുത്ത് നിൽക്കുക, വണ്ടി എടുക്കണം. നേരെ മറിച്ച് ഇവിടെ ഈ കമ്പയർ ചെയ്യുന്നതിന് പകരം, കോപ്പി ചെയ്യുന്നതിന് പകരം അവനാൽക്കുള്ളതേറ്റ് തൃപ്തിപ്പെടാൻ കഴിയുന്ന ഒരു മനസ്സാദ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ഹോർമോൺ ഇവിടെ ഉണ്ടാവില്ല. അതില്ല എന്നുള്ളതാണ്. ഇസ്ലാമില് ഒരു പേരുണ്ട്, ഹദീസിലാണോ ഖുറാനിലാണോ നിനക്ക് അറിയില്ല, റീലാബിൽ കവാബ്.
ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ആ കലായിൽ എന്ത് ചെയ്യുക, തൃപ്തിപ്പെടുത്തി മുന്നോട്ട് പോവുക. ഒരു ചെറിയ കഥ ഞാൻ പറയാം. പഴയ കാലത്ത് യൂറോപ്പിലാണെന്നാണ് കഥയിലുള്ളത്. ഒരു മീൻ കച്ചവടക്കാരുണ്ട്. അപ്പൊ ആ മീൻ കച്ചവടക്കാരന്റെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഫിഷ് ചെറിയൊരു തോണിയിൽ പോയിട്ട് കുറച്ച് മീൻ പിടിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്യും, മീന് മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റിട്ട് കുട്ടികൾക്ക് ചെലവിന് എഴുതി കഴിയും. ഒരു കടലിന്റെ പുഴന്റെ പക്കത്ത് അരുവിയിൽ ഒരു ചെറിയൊരു വീട് വെച്ചിട്ടുണ്ട്. അപ്പൊ മീനിന്റെ കൊട്ടയിട്ട് ഇങ്ങനെ പോകുമ്പോഴേ അയാളൊരു പ്രൊഫഷണൽ ബിസിനസ്സുകാരൻ കാണുകയാണ്, ഇംഗ്ലീഷുകാരൻ കാണുകയാണ്. അയാളെ കണ്ടിട്ട് ഈ ഫിഷർമാനോട് പറഞ്ഞ്, എന്ത് വിട്ടിയ എന്തിയെ, ഒന്നുമില്ല, നിനക്ക് ഈ തോണിയൊക്കെ ഒഴിവാക്കിയിട്ട് കുറച്ചൊരു മോട്ടറൈസ്ഡ് ആയിട്ടുള്ള ബോട്ട് വാങ്ങുക, എന്നിട്ട് കുറച്ച് കൂടുതൽ മീനൊക്കെ പിടിച്ചൂടെ, പിടിക്കാം. അപ്പൊ ഓരോ കാര്യം പറയുമ്പോൾ ഇയാൾ ചോദിക്കും, എന്നിട്ട് എന്താ, വാട്ട് ഈസ് ദെൻ? അപ്പൊ ഇയാൾ പറയും, ബോട്ട് കുറെ മീൻ കൂടും, അപ്പൊ നമ്പർ ഓഫ് ബോട്ട്സ് വാങ്ങുക, ബാങ്കിൽ നിന്ന് കുറച്ച് ലോണൊക്കെ എടുത്തിട്ട്, എന്നിട്ട് എന്ത് ചെയ്യാ, ഒരു മാർക്കറ്റ് ഉണ്ടാക്കുക. അളി ചോദിച്ചു, എന്നിട്ട് എന്താ? അപ്പൊ എക്സസ് മീൻ വരുന്ന സമയത്ത് ഈ എക്സ്പോർട്ട് ചെയ്യാം, അപ്പൊ ഈ ഭയങ്കര എക്സ്പോർട്ടർ ആവും. അപ്പൊ ഇയാൾ ചോദിച്ചു, എന്നിട്ടോ? എന്നിട്ട് കപ്പല് വാങ്ങുക, ബോട്ടൊക്കെ ഒഴിവാക്കിയിട്ട്, ഈ രാജ്യത്തെ മൊത്തം മീൻ എന്റേതാക്കുക, എന്നിട്ട് ഈ രാജ്യത്തുള്ള മൊത്തം മാർക്കറ്റും പിന്നെ മറ്റേ മീൻ ഫിഷ് ട്രേഡിംഗ് ഒക്കെ നിന്റേതാക്കി മാറ്റുക, ബിസിനസ് ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോവാ. ഇയാൾ ചോദിച്ചു, എന്നിട്ടോ? അപ്പൊ എനിക്ക് എന്ത് ചെയ്യും, ഒരു 10-70 വയസ്സാവും. എന്ത് ചെയ്യാ, ഏതെങ്കിലും പോയിന്റ് പക്കത്ത് ചെറിയൊരു വീടുണ്ടാക്കിയിട്ട് ഈ ഭാര്യയും കൂടി സ്വസ്ഥായിട്ട് കഴിയുക, അന്നത്തെ ചെലവും കഴിഞ്ഞിട്ട് മക്കളെ ഏൽപ്പിക്കുക, കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ ഫിഷർമാൻ പറഞ്ഞൊരു മറുപടി ഉണ്ട്, മോന്റെ കുതിര, അതാണ് ഇപ്പൊ ഞാൻ ചെയ്യുന്നത്, ഈ പണിയൊന്നും എടുക്കാതെ. ഏത് ഈ എഫേർട്ട് 10-40 കൊല്ലത്തെ എഫേർട്ട് ഒന്നും എടുക്കാതെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ സന്തോഷമായി അന്നന്നൊക്കെയുള്ള മീൻ വാങ്ങിയിട്ട് കൊണ്ടുപോയി വിറ്റ് സുഖമായിട്ട് ഞാനും ഭാര്യയും കൂടി ജീവിച്ചു പോവുക എന്നുള്ളൊരു കഥ പറഞ്ഞു. അപ്പൊ അതേപോലെ നമ്മുടെ ജീവിതം ആസ്വദിക്കാൻ മറന്നു പോകുന്ന ഒരു സമൂഹം നമ്മുടെ കൂടെയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജീവിതം എന്ന് പറയുന്നത് വേറെ ഒന്ന് വരാനുണ്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാണ്ട് അതൊന്നും ജീവിതത്തിൽ ഉണ്ടാവില്ല. നമ്മൾ ആസ്വദിക്കാനുള്ള അപ്പക്കപ്പോൾ ആസ്വദിച്ചു പോവുക. പിന്നെ ഒരു പാഠം, എങ്ങനെ മക്കളൊക്കെ കൂടി ഇരിക്കണ്ടേ, മക്കളോട് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും മക്കൾക്ക് സാമ്പത്തികം ഉണ്ടാക്കി വെച്ച് നമ്മൾ മരിച്ചു പോകാൻ പാടില്ല. മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം, നല്ല സൗകര്യം കൊടുക്കണം, നല്ല ഡയറക്ഷൻസ് കൊടുക്കണം. അല്ലാതെ പണം ഉണ്ടായി കഴിഞ്ഞാൽ മക്കൾ തകരും. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ കാൽക്കുലേറ്റർ എടുത്തിട്ട് എന്ത് ചെയ്യും, മക്കൾ ഇങ്ങനെ കൂട്ടി വെക്കും, ഒരു 190 കോടി റുപ്യ ഉണ്ട്, ഈ പഹൻ ഒന്നും കൂടി ഇറങ്ങണമെങ്കിൽ 200 കോടി ആവുന്ന മക്കൾ കയറി. ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവില്ല, ഒരിക്കലും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവില്ല, നെവർ. ഞാനൊക്കെ 100 കണക്കിന് 1000 ആൾക്കാരെ മരിച്ചുപോയ മക്കളെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് പല സന്ദർഭങ്ങളിലും, വിദേശത്തും സ്വദേശത്തും ഒക്കെ. ഒരിക്കലും നന്ദി ഉണ്ടാവില്ല. അവര് ഇപ്പത്തെ മക്കളുടെ അവസ്ഥ എന്താ പറയാ, മക്കളെ പറ്റി പറയുമ്പോ പറയാം, അതൊക്കെ അവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട അവരുടെ അവകാശമാണ്. മക്കളോട് ഇരിക്കണ്ടല്ലോ. ആ മക്കളെ മുഖത്ത് നോക്കിയാ പറയാണ്, വ്യാപാര സ്വത്ത് കണ്ട് എന്ത് ചെയ്യണ്ട, നിങ്ങൾ നടക്കണ്ട. അങ്ങനെ സ്വത്ത് കൊണ്ട് നടന്നവരൊക്കെ കൽപ്പകഞ്ചേരി പഞ്ചായത്ത് നിങ്ങൾ എടുക്കി, അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിൽ നിങ്ങൾ എടുക്കി, പണം ഉണ്ടാക്കി വെച്ച് പോയ വ്യാപാര മക്കള് വളരെ സീറോയിലേക്ക് വന്ന 100 കണക്കിന് ചരിത്രം, 1000 ഏക്കർ സ്വത്ത് വെച്ചിട്ട് പോയ മക്കളെ നമ്മുടെ പിന്നെ അറബിക്കിന് അസമാഷ് ചെയ്തത് ബദറുദ്ദീന്റെ വാപ്പ വരുന്നുണ്ട്. ഞാൻ നമ്മുടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യാം. അപ്പൊ ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യരുത്, ജീവിക്കാൻ മറന്നു പോയത്. ആ കാര്യത്തിൽ കുറച്ച് സ്വാർത്ഥന്മാരാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് നെഗറ്റിവിസത്തിനെ പറ്റിയിട്ടാണ്. ആളുകളൊക്കെ ആഗ്രഹിക്കുന്നത്, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് സന്തോഷമാണ്, ഹാപ്പിനെസ് ആണ്. എവിടെയാണ് പിന്നെ ഹാപ്പിനെസ് ഉള്ളത്? ഞാൻ ചോദിക്കുന്നത്, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് സന്തോഷമാണ്. എവിടെയാണ് സന്തോഷം ഉള്ളത്? ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കാം. എന്റെ സഹപാഠികളെ ചോദ്യം ചോദിക്കാനൊന്നും മാസ്റ്ററും ടീച്ചറൊന്നുമില്ലല്ലോ. ഒരു മനുഷ്യർക്ക് ഏറ്റവും സന്തോഷത്തോടും ആനന്ദത്തോടും കൂടി വസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം പറയാൻ പറ്റുന്നത് ആർക്കെങ്കിലും പറയാൻ പറ്റും? വളരെ ആവേശത്തോടും സന്തോഷത്തോടും ആനന്ദത്തോടും കൂടി ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം എവിടെയാണ്? അമ്മന്റെ ഗർഭാത്രേ നമുക്ക് ഓർമ്മയില്ല. അവിടെ നമുക്ക് ആനന്ദം ഉണ്ടാവില്ലോ, ഉണ്ടാവില്ല. എവിടെയാണ്? അല്ല, ഞാൻ മറുപടി പറയാം.
നമുക്ക് വസിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം മറ്റൊരുത്തന്റെ ഹൃദയത്തിലാണ്. ഒരാളോട് പെരുമാറുമ്പോൾ, ഒരാളെ കണ്ണീരൊപ്പുമ്പോൾ, ഒരാളെ സന്തോഷത്തിൽ പങ്കെടുക്കുമ്പോൾ എങ്ങനെ അദ്ദേഹത്തിന്റെ കരളിന്റെ ഉള്ളിൽ, അദ്ദേഹത്തിന്റെ ഹൃദയത്തിനകത്തേക്ക് നമുക്ക് കയറി ചെല്ലാൻ പറ്റും എന്നുള്ളതാണ് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു വിഷയം. അത്ര നല്ല സ്ഥലം വേറെ ഇല്ല. വിശിഷ്യ പ്രയാസപ്പെടുന്നവരാണെങ്കിൽ, ഒരു നേരത്തെ ഭക്ഷണത്തിന് പ്രയാസപ്പെടുന്ന ആളാണ്, ഒരു വീടിന്റെ കാര്യത്തിൽ പ്രയാസപ്പെടുന്ന ആളാണ്, ഒരു അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരാളാണെങ്കിൽ അവന്റെ കണ്ണീരൊപ്പി അവനൊന്ന് കൂട്ടിപ്പിടിച്ചാൽ അവൻ മരിക്കുന്നത് വരെ നമ്മളെ നെഞ്ചേറ്റി കൊണ്ടു കിടക്കുന്ന ആ ഒരു വാസസ്ഥലം ഉണ്ടല്ലോ, അത്ര നല്ലൊരു വാസസ്ഥലം ഒരു മനുഷ്യർക്ക് കയറി പറ്റാനില്ല. അപ്പൊ എന്റെ കൊച്ചനുജന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളാരും പഠിക്കാത്തൊരു ലോകമുണ്ട് ഇവിടെ, നിങ്ങളാരും എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു ലോകമുണ്ട്. ആ ലോകം മറ്റൊരു മനുഷ്യന്റെ ഹൃദയത്തിലാണ്. അങ്ങോട്ട് ജീവിക്കാനുള്ള, അവിടെ വളരാനുള്ള, അവിടെ പ്രതിഷ്ഠിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാക്കിയെടുക്കേണ്ടത്. അതിനാണ് ഞാൻ നേരത്തെ കൽപ്പകഞ്ചേരി സ്കൂളിനെ പറ്റി പറഞ്ഞൊരു സമയത്ത് ഞാൻ പറഞ്ഞേ, മറ്റുള്ളവരെ സന്തോഷങ്ങളിലും ദുഃഖത്തിലും പ്രയാസങ്ങളിലും സന്ദേഹങ്ങളിലും ഇടപെടുക. ഒന്നില്ലെങ്കിൽ പോയിട്ട് ഒന്ന് ഷെയ്ഖിന്റെ അടുത്ത് മര്യാദക്കുള്ള ഒരു പുഞ്ചിരിച്ച വാക്കെങ്കിലും പറയാൻ. സ്വാഭാവികമായിട്ടും ആ മനുഷ്യനെ മറക്കൂല, ഒരിക്കലും മറക്കില്ല. അപ്പൊ നമുക്ക് തന്നെ അറിയാം, നമുക്ക് പ്രയാസം ഉണ്ടായിരുന്ന സമയത്ത്, നമുക്ക് വളരെ ഡൗൺ ആയി നിന്ന സമയത്ത് നമ്മെ ഒന്ന് ചേർത്ത് പിടിച്ച ഒരാളെ ഒരിക്കലും നമുക്ക് ഉറക്കത്തിൽ പോലും നമ്മൾ ഓർത്തിരിക്കും. നമ്മുടെ ഈ നോസ്റ്റാൾജിക് കൂട്ടായ്മ അത്തരം ഒന്നാണ്. ഇനിയും നമ്മുടെ കെട്ടുറപ്പ്, ഈ കൂട്ടിപ്പിടിക്കൽ, പരസ്പരമുള്ള സ്നേഹം, അതേപോലെ തന്നെ പരസ്പരമുള്ള കൊടുക്കലുകൾ വാങ്ങലുകൾ, അതേപോലെ തന്നെ മറ്റുള്ളവന്റെ പ്രയാസങ്ങളെ അവന്റെ പ്രയാസമായി കാണുക, മറ്റുള്ളവന്റെ സന്തോഷങ്ങളെയും അതേപോലെ തന്നെ സന്ദേഹങ്ങളെയും നമ്മുടെ പ്രയാസമായി കാണാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഒന്നുകൂടി നമുക്ക് വളരേണ്ടതുണ്ട്. അതോടൊപ്പം നമ്മുടെ വാല്യൂസ്, ഒരു മനുഷ്യനിൽ ഉണ്ടാകേണ്ട വാല്യൂസ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യണം, നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണം. നമ്മോടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മോടുള്ള സ്വാർത്ഥത, അതിൽപ്പെട്ടതാണ് നമ്മുടെ ആരോഗ്യം, അതേപോലെ തന്നെ നമ്മുടെ ജീവിതശൈലി, അതേപോലെ നമ്മുടെ സുഖസൗകര്യങ്ങൾ, നമ്മുടെ കുടുംബം, നമ്മുടെ അയൽവാസികൾ, നമ്മുടെ ബന്ധുക്കള്, അതേപോലെ തന്നെ നമ്മുടെ സമൂഹം. ഇവരെ നോക്കിക്കണ്ട് അവരിൽ ചേർന്ന് ജീവിക്കുന്ന സമയത്താണ് ഒരു മനുഷ്യന് യാഥാർത്ഥ്യമായിട്ടുള്ള സന്തോഷവും അതേപോലെ തന്നെ ഹാപ്പിനെസ്സും ഉണ്ടാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 72 കൊല്ലം നീണ്ടുന്ന ഒരു പഠനമുണ്ട്, 72 years ലോങ്. അതിൽ പങ്കെടുത്തത് 100 കണക്കിന് സയന്റിസ്റ്റുകളാണ് യൂറോപ്പിൽ. ഞാൻ രാവിലെ ആ പഠനത്തിനെ പറ്റിയിട്ട് നെറ്റിലൊന്ന് സെർച്ച് ചെയ്യാം, പ്രോപ്പറായിട്ട് എനിക്ക് ടൈം കിട്ടിയില്ല വായിക്കാൻ വേണ്ടി. എന്തായിരുന്നു പഠനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് സ്പാനെ പറ്റിയിട്ടാണ്. ഹൗ ടു ഇൻക്രീസ് ലൈഫ് സ്പാൻ. നമ്മുടെ ശരാശരി പ്രായം ഇന്ത്യയിൽ പഴയ കാലങ്ങളിൽ 40ആയിരുന്നു, ഇപ്പൊ 70 74 ആയിട്ടുണ്ട്. യൂറോപ്പിലെ 76. ഇതിനെപ്പറ്റി പഠനം നടന്നിട്ട് വരുന്നത് ഒരു 3 തലമുറയിലുള്ള സയന്റിസ്റ്റുകൾ പങ്കെടുത്ത പഠനമാണ്. ഒരു മനുഷ്യന്റെ ദൈർഘ്യം, ലൈഫ് സ്പാൻ വർദ്ധിപ്പിക്കാനുള്ള ടെക്നിക്സ് എന്താണ് എന്നതിനെ പറ്റിയിട്ടാണ് പഠനം. 9 കാര്യങ്ങൾ പ്രയോറിറ്റി വൈസിൽ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നും, ഒന്നാമത് വ്യായാമം അല്ലെങ്കിൽ നടക്കല് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞിട്ടാ, അല്ലെങ്കിൽ ഭക്ഷണക്രമം ഒക്കെ ആയിരിക്കും ഒന്നാമത് രണ്ടാമതൊക്കെ നമ്മൾ കരുതുക. എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് ഒരു മനുഷ്യന്റെ ദൈർഘ്യം, ലൈഫ് സ്പാൻ വർദ്ധിപ്പിക്കാനുള്ളതിൽ ഒന്നാമതായി ഇടം പിടിച്ചത് സഹവർത്തിത്വം. നിങ്ങൾ ആരുടെ കൂടെ കൂടി ജീവിക്കുന്നോ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അവരുടെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടാണ് ഇവരുടെ ലൈഫ് സ്പാൻ ഇൻക്രീസ് എന്നാണ് ആ പഠനത്തിൽ 72 വർഷം നീണ്ട പഠനത്തിൽ കണ്ടെത്തിയിരുന്നത്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ ഹോർമോൺ ചേഞ്ചസും തമ്മിൽ കുറെ ബന്ധങ്ങളുണ്ട്. ഇസ്ലാമിൽ ഒരു കാര്യം പറഞ്ഞിട്ട് കുടുംബ ബന്ധം ചേർത്തിയ ആൾക്കാർക്ക് എന്ത് ചെയ്യും, പിന്നെ ലൈഫ് സ്പാൻ കൂടുന്നു. ഇതൊക്കെ അതിന്റെ ഒരു ഭാഗമാണ്. വളരെ വളരെ ആശ്ചര്യകരമായ ഒരു പഠനമാണ് വീണ്ടും. അപ്പൊ ഞാൻ പറയുന്നത്,
നമ്മുടെ കൂടെ നടക്കുന്നവർ, നമ്മുടെ ചങ്ങാതിമാര്, അല്ലെങ്കിൽ നമ്മൾ സഹവസിക്കുന്ന ആൾക്കാർ, നമ്മൾ സാധാരണയായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാർ, അവർ അക്രമികളും അതേപോലെ തന്നെ ഈ നെഗറ്റീവ് തോട്ട് പ്രോസസ് ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ ലൈഫ് സ്പാൻ അങ്ങനെ തന്നെ ആയിരിക്കും. നേരെ മറിച്ച് നമ്മളുമായി ദിവസം ഇടപഴകുന്ന ആളുകളുടെ നമ്മുടെ സഹവർത്തിത്വം പോസിറ്റീവ് എനർജിയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ പഠനം നേരായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത്, മനുഷ്യന്റെ ലൈഫ് സ്പാനിനെ പോലും സ്വാധീനിക്കാൻ കഴിയുന്ന രൂപത്തിലേക്കാണ് മനുഷ്യനും തമ്മിലുള്ള സഹവർത്തിത്വത്തിന് രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്. പിന്നെ വേറെ വലിയൊരു സംഭവമാണെന്ത്, അഹങ്കാരത്തിനെ പറ്റി നമ്മൾ കൂടുതൽ പ്രസംഗിക്കേണ്ടത് ആവശ്യമില്ല. ഒരുപാട് ജീവിക്കുന്ന തെളിവുകൾ നമ്മുടെ മുമ്പിൽ. ഒന്നും വേണ്ട, വലിയ അഹങ്കാരം തോന്നുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ജില്ലാ ആശുപത്രിയിലോ മെഡിക്കൽ കോളേജിലോ നമ്മുടെ ജനറൽ വാർഡിൽ കൂടി ജസ്റ്റ് ഒന്ന് നടന്നു നോക്കിയാൽ മതി. ഞാൻ നാളെ ഒരിക്കൽ തിരുവനന്തപുരം RCCയിലൊന്നും 3 വയസ്സും 4 വയസ്സുള്ള കൊച്ചു കുട്ടികൾ ഈ റേഡിയേഷനും കീമോയും കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. എന്ത് സിഗരറ്റ് വലിച്ചിട്ടാ പോര്? സിഗരറ്റ് വലിച്ചിട്ടാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഴിച്ചിട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ എന്ത് ക്യാൻസർ വരുന്നത്? മനുഷ്യൻ എന്ന വസ്തുവിന്റെ ഒരു സ്വഭാവം മറ്റൊരു പേരായി മാറാൻ ഒരു നിമിഷം മതി. ഇത്രയും നൈമിഷികമായ ഒരു വസ്തുവാണ് അഹങ്കരിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് നടക്കുന്നത്. അപ്പൊ ഞാൻ വാല്യൂസിനെ പറ്റിയാണ് നേരത്തെ പറഞ്ഞത്. ഒരു ചെറിയ കാര്യം ഞാൻ പറഞ്ഞത്, മറ്റുള്ളവന് വേണ്ടി ഒന്ന് ബുദ്ധിമുട്ടാനുള്ള ഒരു മനസ്സ് നമുക്ക് വളർത്തിയെടുക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമ്മളെ ചെറുപ്പക്കാർ കുട്ടികൾ. ഞാൻ എപ്പോഴും ഇങ്ങനെ നോക്കി കാണുന്ന വേറൊന്നും രസകരമായ സംഭവമുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരാൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയി നോക്കുക. ഇപ്പൊ നമ്മളൊക്കെ ചെറുപ്പത്തിൽ പെരയുന്ന ഒരാൾ അഡ്മിറ്റ് ആകുകയാണെങ്കിൽ 4-5 ആൾക്കാരുണ്ടാവും അവിടെ രാത്രി നിൽക്കാൻ. ഇപ്പൊ വൈകുന്നേരം ആകുമ്പോഴത്തിന് മുഖത്തോട് മുഖം ഇങ്ങനെ നോക്കല, ആരപ്പം നിൽക്കണെന്നുള്ളത് അല്ല അവരാ. ഇതിന്റെ കാരണം എന്താ? സുഖലോലുപതയോട് കൂടിയിട്ട് നമ്മുടെ AC ബെഡ്റൂമിൽ നമ്മളെ പിന്നെ തലക്കണിമ്പോ തല വെച്ച് കിടക്കണ ആ സുഖം ആശുപത്രിയിൽ ഉണ്ടാവില്ല. അവനാന്റെ ബാക്കിക്കാർ ആരായി കഴിഞ്ഞാലും ഇന്ന് രാത്രി ഇപ്പൊ ആരാ നിൽക്കുക, ഈ 4 കൂടിയിട്ട് വന്ന് നിന്നാലോ നമ്മൾ ഏതെങ്കിലും ഒരാള് ദിവസക്കൂലി ഒന്നും കൊടുത്തിട്ട് കൊണ്ടുവരാ എന്ന ലെവലിലേക്കാണ് ഇപ്പൊ നമ്മളെ കാര്യം പോണത്. അത് നമ്മളങ്ങനെ. ഇപ്പൊ നമ്മളെ കുട്ടികളുടെ സ്ഥിതി എന്താണ് ഈ കാര്യം? അപ്പൊ നമ്മളെ കാലം പോയിക്കൊണ്ടിരിക്കുന്നത് മൂല്യങ്ങളില്ലാത്ത, വാല്യൂസ് ഇല്ലാത്ത, പരസ്പര ബന്ധങ്ങളെ സ്നേഹിക്കാത്ത. അപ്പൊ എനിക്ക് തന്നെ നല്ല ഓർമ്മയുണ്ട്, കടങ്ങാത്തോണ്ടു കൂടിയൊക്കെ വല്ല മാഷന്മാർ, നമ്മളൊക്കെ പഠിപ്പിച്ച മാഷന്മാരൊക്കെ ഇങ്ങനെ നടന്നു പോവാണെങ്കിൽ നമ്മളെ പിടിയക്കൊലേന്റെ മേലെ മുന്നിൽ ആ ബെഞ്ചിൽ ഇരിക്കുമല്ലോ ആൾക്കാർ ഇങ്ങനെ വിളിച്ചു പോകുന്ന നോക്കുക എല്ലാവർക്കും അനുഭവമാണ്. ഇപ്പൊ എത്ര മാഷന്മാർ പോണേ കൂടി ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ. പരസ്പര ബന്ധങ്ങളും വാല്യൂസും അതേപോലെ തന്നെ മൂല്യങ്ങളൊന്നും ഇല്ലാത്തൊരു സമൂഹമാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രസംഗം കൊണ്ട് ഏതെങ്കിലും ഒരാൾ മനസ്സിൽ എന്തെങ്കിലും ഒരു സ്പാർക്ക് തോന്നിയിട്ട് നാളെ മുതലുള്ള അവന്റെ ജീവിതം ഒരു മാറ്റം വരുത്താൻ, ആ രൂപത്തിലേക്ക് മാറ്റിമറിക്കാൻ നമുക്ക് കുട്ടികൾക്ക് കഴിയേണ്ടതുണ്ട്. എത്ര സമയം കൊണ്ട് പ്രശ്നമാകുമെന്ന് പറഞ്ഞാൽ മതി. നീ അങ്ങനെ പറഞ്ഞു. നമ്മളൊക്കെ പ്രവാസികളാണ്. പ്രവാസികള് അല്ലെങ്കിൽ പ്രവാസികളെ ഭാര്യമാരുണ്ട്. അത് എന്തെങ്കിലും പറയാതെ പോണത് ശരിയാവില്ല എന്നുള്ളതാണ് ഞാൻ എന്ത് ചെയ്തത്, പ്രവാസികളെ പറ്റി 2 വാക്ക് പറഞ്ഞു. ഞാന് ഒരു 4 വർഷം മുമ്പ് ഒരു പ്രവാസിന്റെ ഫാമിലിനായിട്ട് ഒരു മദ്യം പറയാൻ പറ്റും. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 10-30 കൊല്ലം പ്രവാസ ജീവിതം നയിച്ച ഒരാള് നാട്ടിലേക്ക് വന്നിട്ട് അയാൾ ഇവിടെ പോകാൻ വയ്യ, എനിക്ക് നടക്കാനൊന്നും വയ്യ എന്നുള്ളത് സെറ്റിലാന്ന് നിൽക്കുക. അപ്പൊ അവന്റെ ഭാര്യ സമ്മതിക്കണം, ഞങ്ങൾ പോയിക്കോളി, കുട്ടികളൊന്നും എവിടെ എത്തിയിട്ടില്ല, ഇയാളുടെ പഠനമായിട്ടില്ല, ജോലിയൊന്നും ആയിട്ടില്ല, ഇവിടെ ഒന്നും കൂടി പോയിക്കോളി. അപ്പൊ ഇയാൾ പറയും എനിക്ക് ആരെയും കൊണ്ട് വയ്യ. അങ്ങനെ ആ പ്രശ്നമായിട്ടാണ് എൻ്റെ അടുത്ത് മദ്യം പറയാൻ വന്നിരുന്നത്. അപ്പൊ 2 ആളെയും ഒറ്റക്കൊറ്റക്ക് സംസാരിച്ചു, 2 ആളെയും കൂട്ടിയിരുത്തി സംസാരിച്ചു. എന്ത് സംസാരിച്ചിട്ടും ഇവിടെ തീന്ന് മാറുന്നില്ല, മുമ്പിൽ പോകണം. ഒരു 2 കൊല്ലം കൂടി പോയിട്ട് ഒന്ന് ഉഷാറായിട്ട് വരട്ടെ എന്നുള്ളതാണ്. എന്ത് ഇവർ പറഞ്ഞു, ചില നേരത്തേക്ക് ശ്വാസം കിട്ടലില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? അവസാനം തീർത്തം എങ്ങനെയാ വെച്ചാൽ ആങ്ങളാരോട് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ 5000 ഉറുപ്പ്യ 2 ആൾക്കാരുണ്ടായിരുന്നു, ഒരു 10000 ഉറുപ്പ്യ എന്ത് ചെയ്യാ മാസം ഇവർക്ക് കൊടുക്കുക. മൂപ്പര് തൽക്കാലം ഇവിടെ നിന്നോട്ടെ. അപ്പൊ ഞാൻ പ്രവാസികളെ പറ്റി കൂടുതൽ പറയാതെ ഈ പെണ്ണുങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എല്ലാരും അങ്ങനെയൊന്നല്ല ഞാൻ പറഞ്ഞു കേട്ടോ. അതായത് സ്വന്തം ഭാര്യക്കും മക്കൾക്കും വേണ്ടിയിട്ട് മണലാരണ്യത്തിൽ കിടന്ന് ചോര നീരാക്കി അധ്വാനിച്ച്
പ്രയാസപ്പെടുന്ന ഒരുപാട് പ്രവാസികൾ, സുഹൃത്തുക്കൾ, 40 ആൾക്കാർ നമ്മളെ സഹപാഠികൾ തന്നെയുണ്ട്. ആ പ്രവാസികളെ കൺസിഡർ ചെയ്യുന്ന, അല്ലെങ്കിൽ എന്താണ് അവരവിടെ ചെയ്യുന്നത് എന്ന് കൺസിഡർ ചെയ്യുന്ന ഒരു ജീവിതത്തിലേക്ക് നമ്മളെ കുട്ടികൾ, പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യേണ്ടത്, വളരേണ്ടതുണ്ട്. കാരണം ഇപ്പോഴത്തെ കുട്ടികളെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രയാസം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കാലഘട്ടത്തിലെ കുട്ടികളല്ല എന്നുള്ളത് ഉറപ്പാണ്. അത് നമ്മളും ചെറിയൊരു കാര്യം കേട്ടോ, കുട്ടികളെ മുന്നിൽ വെച്ചാണ് പറയാലോ. നമ്മളെ കാലത്ത് ഉണ്ടായിരുന്ന കുട്ടികളെ സ്വഭാവമാണ് ഇപ്പത്തെ കുട്ടികൾക്ക് എഴുതിയാൽ നടക്കൂല. നടക്കുവോ? ബദറോ? നടക്കൂല. അങ്ങനെ ഓലെന്താ വെച്ചാല് ഒരു ന്യൂജൻ ആണല്ലോ. പഴയ കാലത്ത് നമ്മൾ വീട്ടിൽ കാര്യങ്ങൾ തീരുമാനിച്ചിരുന്ന ആരാണ്? നമ്മളെ വല്യപ്പ അല്ലെങ്കിൽ വാപ്പ, അങ്ങനത്തെ വല്യമ്മ, ഇവരല്ല കാര്യം തീരുമാനിക്കുക. എവിടുന്ന് ഭക്ഷണം കഴിക്കണം, എന്ത് കഴിക്കണം, എവിടേക്ക് പോകണം, എവിടേക്ക് പോകണ്ടെന്നൊക്കെ തീരുമാനിക്കല് പഴയ കാലത്ത് ഏറ്റവും ആ വീട്ടിലെ മുതിർന്ന ആൾക്കാരാണ്. ഇപ്പോ ഒരു വീട്ടിൽ എന്ത് നടക്കണം, എന്ത് നടക്കണ്ട, എവിടേക്ക് പോകണം, പോകണ്ട, ഭക്ഷണം കഴിക്കാന്ന് തീരുമാനിക്കണ ആ വീട്ടിലെ ഏറ്റവും ചെറിയ കുട്ടിയാണ്. അതാണ് ഒരു സത്യം. അപ്പൊ കാലഘട്ടം മാറിയിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മളെ ബലം പിടിച്ചിരുന്ന കാര്യമില്ല. കുറച്ചൊക്കെ എന്ത് ചെയ്യണം, വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കേണ്ടി വരും. പക്ഷേ ഇന്ന് വളർന്നു വരുന്ന തലമുറക്ക് ഈ സോഷ്യൽ മീഡിയന്റെ ഇൻഫ്ലുവൻസ് കൊണ്ടും അതേപോലെ തന്നെ ഈ കാലഘട്ടത്തിന്റെ മാറ്റം കൊണ്ടും ഒരുപാട് മാറ്റങ്ങൾ. ആ മാറ്റങ്ങളുടെ ചില കണികകൾ മാത്രമാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഇവർക്കുള്ള മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ ഏറ്റവും വലിയൊരു പ്രയാസം അവർക്ക് സമൂഹവുമായിട്ട് വലിയൊരു ബന്ധമില്ലാന്നുള്ളത്. അവരിപ്പോ ഈ പരിപാടിക്കൊക്കെ ചിലവരൊക്കെ പിടിച്ചു വലിച്ചു കൊടുത്താണ് ഈ കാരണം. എനിക്ക് അവിടെ മാനം കളയാൻ വലിയ കൂടി വാന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്തിട്ട് കൊടുത്തായിരിക്കും. ഇതിലും വലിയ താല്പര്യം ഉണ്ടാവില്ല. കാരണം ഇന്റർനെറ്റ് ഇല്ലാതെ ഒരു 1-2 മണിക്കൂറൊക്കെ ഇരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലിണീനിടണേ ഈ കാരണം കുട്ടിയേക്കാണ്. അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ റോൾ മോഡൽസ് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഒക്കെ ഇന്ന് ഡിജിറ്റൽ ഗെയിമിലുള്ള ചില പുരുഷന്മാരാണ്. ഒരു 5 വയസ്സിന്റെ പിന്നെ താഴെയുള്ള കുട്ടികളാണെങ്കിൽ സ്പൈഡർമാൻ ആണെന്ത് അവരുടെ ഒരു പിന്നെ മറ്റേ മെയിൻ ആയിട്ടുള്ള ഒരാള്. അതിലെ കുറച്ചും കൂടി വലിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഓരോ ക്യാരക്ടേഴ്സാണ്, ഇലക്ട്രോണിക് ക്യാരക്ടേഴ്സാണ് അവരുടെ റോൾ മോഡൽസ്. ഇതിൽ നിന്നുണ്ടാകുന്ന ജീവിതം അല്ലെങ്കിൽ ഇതിൽ നിന്നുണ്ടാകുന്ന പടുത്തുയർത്തിയ അവരുടെ ജീവിതത്തിനാണ് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം ഇവിടെ ഈ കുട്ടികളുമായി നമ്മൾ സംവദിക്കുന്ന സമയത്ത് അവരുടെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ നമ്മളെ അനീഫ് മാഷ് ഒരുപാട് പ്രയാസപ്പെട്ടു. നമ്മളെ കുട്ടികളെ ഒരു MI ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തി കോഴ്സിനൊക്കെ അയക്കാൻ മാഷിനോട് പറയാൻ പറഞ്ഞു. ആരും അതിനോട് ഇതുവരെ വേണ്ടമായി സഹകരിച്ചിട്ടില്ല. അപ്പൊ ഈ കുട്ടികള് ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് അവര് യഥാർത്ഥ ജീവിതത്തിലേക്ക് കടക്കുന്ന സമയത്ത് അവര് ഫേസ് ചെയ്യാൻ പോകുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഈ പ്രയാസങ്ങളിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല, പതറിപ്പോകും. അതിനുള്ള ഒരു ട്രെയിനിങ് ആകട്ടെ ഈ ഒരു പരിപാടി എന്ന് നിങ്ങൾ കാണണം. നിങ്ങളെ വാപ്പാര് അല്ലെങ്കിൽ നിങ്ങളെ ഉമ്മാര് പരസ്പരം പഠിച്ച ആൾക്കാരെ കൂടെ ഇഴകി ചേർന്ന് ജീവിക്കുന്നതും പരസ്പരം കൊടുക്കുന്നതും വാങ്ങുന്നതും അവര് സന്തോഷിക്കുന്നതൊക്കെ നിങ്ങൾ കാണണം. നിങ്ങൾ ഈ സമൂഹത്തിൽ അതേപോലെ തന്നെ നിങ്ങളെ സഹപാഠികളോടും നിങ്ങളുടെ കുടുംബത്തിനോടും നിങ്ങൾ ആൾക്കാരോടും വളർന്നു വരണം. അപ്പൊ നിങ്ങൾ കുട്ടിയൊക്കെ എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നു, നിങ്ങൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനം വാങ്ങിക്കൊടുക്കും, വളരെ സന്തോഷത്തിലോ ഞാൻ ഇത്രയും ബുദ്ധിമുട്ടിട്ട് എന്റെ മോനക്ക് ഒരു മോട്ടോർ ബൈക്ക് വാങ്ങിക്കൊടുത്തല്ലോ, അല്ലെങ്കിൽ ഞാൻ ഇന്ന് ചെയ്തു കൊടുത്തല്ലോ എന്ന് പറഞ്ഞാൽ മോന്റെ വിഷയം എന്താണ്? ദാറ്റ് ഈസ് മൈ ഡാഡ്സ് റെസ്പോൺസിബിലിറ്റി. അത് മൂപ്പര പണിയാണ് എന്നുള്ളിടത്താണ് എന്തുള്ളത്. കുട്ടി അവർക്കൊരു നന്ദിയോ അല്ലെങ്കിൽ ഒരു സന്തോഷമോ ഒന്നും അതിൽ വരണില്ല. ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ട് ഇപ്പൊ കുട്ടികളുണ്ടാവും. ഇപ്പത്തെ കുട്ടിക്ക് എക്സൈറ്റ്മെന്റ് ഇല്ലല്ലോ. ഒന്ന് എക്സൈറ്റ്മെന്റ് ആയിട്ടൊന്ന് കരയുക, അല്ലാന്ന് ചിരിക്കുക, ഇതൊന്നും ഇല്ല. ഇനി ആരും മരിച്ചെന്ന് പറഞ്ഞാൽ തന്നെ ഒരു എക്സൈറ്റ്മെന്റ് ഇല്ല, അവരിങ്ങനെ നിൽക്കും. എന്ത് അങ്ങനെയുള്ള ഒരു സമൂഹത്തിനെ നമുക്ക് കുറെ ട്രെയിൻ ചെയ്ത് മാറ്റി കൊണ്ടുവരേണ്ടതുണ്ട്. നമ്മളെ അതിന് സോഷ്യൽ മീഡിയ വലിയൊരു ഇൻഫ്ലുവൻസ് ആട്ടോ. അപ്പോ പല ആൾക്കാർക്കും നേരമില്ല. ഇപ്പോ കഴിഞ്ഞ 2 മാസം മുമ്പ് എന്നോട് ഒരു ഡോക്ടർ പറഞ്ഞു, എന്റെ അടുത്ത സുഹൃത്താണ്, അമീൻ സാറെ, ഞാൻ മറ്റേ വാപ്പാനെ കാണാൻ പോയി. വാപ്പ ഒരു പഴയ ഈ വാദത്തിന്റെ റുമറ്റോളജി സ്പെഷ്യലിസ്റ്റാണ്. ഒരു 83-84 വയസ്സെന്തോ ആയിട്ടുണ്ട്. കൊച്ചിയിലാണ് അയാൾ താമസം. ഞാൻ 2 ദിവസത്തിന് എന്റെ ക്ലിനിക്കൊക്കെ ലീവ് എടുത്തിട്ട് തൽക്കാലം എന്ത് ചെയ്തിരുന്നു, ഗൾഫിൽ നിന്ന് കൊച്ചിയിൽ വന്നാണ്. പോകാൻ നേരത്ത് വാപ്പന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, എടി ഈ പോയല്ല, എനിക്ക് ഈ 2 ദിവസം എന്തോ സ്വർഗത്ത് പോയ പോലെയായിരുന്നു, 2 ദിവസം കൂടി എന്റെ കൂടെ നിൽക്ക്.
അപ്പൊ മോളിനോട് പറയും, അമീൻ സാർ നിങ്ങൾക്ക് അറിയോ, ഞാൻ ഈ 2 ദിവസം പോയതിന്റെ ബുദ്ധിമുട്ട് വാപ്പാക്ക് അറിയില്ല, മുദ്രക്ക് അവിടെ ഇങ്ങനെ ഇരുന്നാൽ മതിയല്ലോ. എന്റെ കുട്ടികളിന്റെ ക്ലിനിക്കൊക്കെ ഇട്ട് പോയതിന്റെ ബുദ്ധിമുട്ടേ വാപ്പാക്ക് തിരിയരുത്. ഞാൻ മുപ്പരോട് പറഞ്ഞ് ഞാൻ കുറച്ച് ദിവസം 1 മാസം കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞാണ് പോകുന്നതാണ്. അപ്പൊ ഇത് നിങ്ങൾ പഠിക്കേണ്ട ഒരു പാഠം തോന്നണം. ഞാൻ ആൾക്കാരെ പേര് പറയാത്തതിന്റെ ഒരു ഇതാണ്ടാന്നുള്ള ആൾക്കാണ്. ഇത് നിങ്ങൾ പഠിക്കേണ്ട ഒരു പാഠം. ഈ മോളെ ഒരു കാലത്ത് MBBS പഠിപ്പിച്ചതൊക്കെ വളരെ പ്രയാസപ്പെട്ടിട്ടായിരുന്നു. കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത്, എനിക്കറിയാം. പഠിച്ചിട്ട് പഠിക്കണ സമയത്ത് വാപ്പ നന്നായിട്ട് കഷ്ടപ്പെട്ട് ക്ലിനിക്കിൽ കൂടി ആൾക്കാരെ മേത്ത് ഈ ടെലസ്കോപ്പ് ഒക്കെ വെച്ച് പൈസ ഉണ്ടാക്കിയിട്ട് 10 രൂപ ഉണ്ടാക്കിയിട്ടാണ് ഇക്കാരെ വരെ പഠിച്ചിട്ടുണ്ടാകുക. ആ കാലത്ത് കൈയാണോ വളരുന്നത്, കാലാണോ വളരുന്നതെന്നുള്ള ഇങ്ങനെ വളർത്തിണ്ടാക്കിയ കുട്ടികളാണ്. മോളെ സംബന്ധിച്ചോ, എന്റെ മക്കളൊക്കെ അവിടെ ഇട്ട് എറിഞ്ഞിട്ട് ഞാൻ ക്ലിനിക്കൊക്കെ ഒഴിവാക്കിയിട്ട് വാപ്പാന്റെ അടുത്ത് 2 ദിവസം പോയി നിന്ന് എന്നുള്ളത് വലിയൊരു സംഭവമാണ് മോൾക്ക്. വാപ്പാക്കോ മോളെ കണ്ടിട്ടൊരു പൂതി ഇട്ടിട്ടില്ല. അത് അനുഭവിക്കാൻ പോണ ആൾക്കാരാണ് നമ്മളൊക്കെ, ചെറിയൊരു ഒരു ഭാവിയിലെ. കാരണം മക്കളെ സംബന്ധിച്ചിടത്തോളം അത് മോർ ദാൻ ഇനഫാണ്. വാട്ട് ഐ ഡിഡ് ഈസ് മോർ ദാൻ ഇനഫ്. ആ ഒരു വാല്യൂസ് ആണ് ഇപ്പൊ വളർന്നു വരുന്ന കുട്ടികൾക്കുള്ളത്. എന്തുകൊണ്ട്? ഇപ്പൊ പല ആൾക്കാരുണ്ട്. ഇപ്പൊ യൂറോപ്പിലൊക്കെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. ഇപ്പൊ ഈ കോട്ടയം സൈഡിലൊക്കെ അച്ഛനോ അമ്മൊക്കെ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലാണ് കൂടുതലായി കണ്ടുവരുന്നത്. മരണപ്പെട്ടു കഴിഞ്ഞാല് ഈ ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ഏൽപ്പിച്ചിട്ട് ക്രിമിയേഷൻ ഫംഗ്ഷൻ ഉണ്ടല്ലോ, അത് വീഡിയോയിൽ ഇങ്ങനെ പകർത്തിയിട്ട് അവിടെ ഇരുന്ന് കാണുക. എന്നോട് ഒരാൾ പറഞ്ഞു, എനിക്കുണ്ടായ അനുഭവം. അത് കൊച്ചുമക്കളുണ്ട്, ഇവന്റെ മക്കള്, ഈ ചങ്ങായിന്റെ പേരക്കുട്ടികള് മരിച്ചേ. കൊച്ചുമക്കൾ പിടിച്ചാലൊന്നും വരൂല കാണാൻ. ഞങ്ങൾ ഇരുന്ന് കണ്ടു, ഞാനും ഭാര്യയും കൂടി ഇരുന്ന് കണ്ടു. എന്ത് ടിവിയിലേ ഈ അടക്കണതേ, ഈ പഹനെ ഇതാക്കി ഉണ്ടാകുക. എത്രയേ കഷ്ടപ്പെട്ടിട്ട് ആൾക്കാർ തന്താ. അപ്പൊ അതിനൊന്നും നേരെ ചെയ്തിന് ടിവിയിൽ കാണാൻ പേരക്കുട്ടിയൊക്കെ നേരമില്ല. അപ്പോ ഇന്ന് ലോകം മുഴുവൻ അങ്കിൾ സംസ്കാരത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ആരാണ് അങ്കിൾ? എന്ത് അങ്കിള്? അങ്കിൾ എന്ന് പറഞ്ഞാൽ ആര്യ അങ്കിൾ? വാപ്പാൻ അഞ്ചനെയും ഏട്ടനെയും അമ്മോനെയും എല്ലാരും അങ്കിൾ എന്നാ വിളിച്ചത്. ഈ അങ്കിളിനെ നേരക്ക് നേരെ കണ്ടാൽ നമ്മളെ കുടുംബത്തിലുള്ള കുട്ടി വെച്ച് വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ മീ ആൻഡ് ഹിം എന്ന് വെച്ച് നമ്മളെ കുടുംബത്തിലുള്ള കുട്ടി. കാരണം അങ്കിളിനെ അറിയുള്ളൂ, എന്താ റിലേഷൻ എന്നറിയില്ല. അപ്പൊ സ്വന്തം അച്ഛന്റെയോ അമ്മന്റെയോ സംസ്കാര ചടങ്ങിലടക്കം പങ്കെടുക്കാൻ നേരെയില്ലാത്ത ആൾക്കാർ, ഒരു 2-3 ദിവസം അവരെ കൂടെ ചെലവഴിക്കാൻ നേരമില്ലാത്ത ആൾക്കാർ, ഈ തലമുറയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ കൂടെ വളർന്നു വരുന്നത്. അവനാന്റെ മക്കളെ വേദന അവനാന്റെ വാപ്പാർക്കുമാർക്കല്ലോ. അവരോട് ചെറിയ കഥയും കൂടി പറയാൻ. പഴയ കാലത്ത് ഒരാള് നമ്മുടെ നാട്ടിലൊക്കെ ഈ ഓല മേയുടെ പെരണ്ടുണ്ട്. ഈ ഓല മെയ്യുമല്ലോ, 2 കൊല്ലം കൂടുമ്പോ ഈ കരിയോല താഴത്തേക്കാക്കിയിട്ട് മറ്റേ മുടഞ്ഞ ഓല മെയ്യുമല്ലോ. ഇപ്പത്തെ കുട്ടികൾക്കൊന്നും അറിയില്ല. ഓല വീടുണ്ടായിരുന്നു നമ്മളെ കാലത്ത്. അങ്ങനെ ഒരു ചെങ്ങായി, ഒരു ചെറുപ്പക്കാരൻ നട്ടുച്ചക്ക് മോന്തായത്തിൽ ഇരുന്നിട്ട് ഓല മെയ്യാണ്. അപ്പൊ പാവപ്പെട്ടവന്റെ ഒരു അച്ഛൻ്റെ താഴെ മൂപ്പര് വന്നിട്ട് പറഞ്ഞു, മോനെ അസ്റ് താന്നതിന് ശേഷം എനിക്ക് പോയിട്ട് എന്ത് ചെയ്യാ, ഓല മേജൊന്നിട്ട് ഇറങ്ങിക്കാളാം. സൂര്യൻ നട്ടുച്ചക്ക് മൂർദാവിന്റെ മേലെയുള്ളത് പാപ്പാക്ക് സൈക്കിളിൽ അത് സ്വന്തം മോനെ എന്ത് ചെയ്യാണ്, ഓല മെയ്യാലോ. ഏറ്റവും വെയിലത്ത് നട്ടുച്ചക്ക് മറ്റേ നിർദാവിലാണ് എന്ത് ചെയ്യുന്നത്, സൂര്യൻ വന്ന് നിൽക്കുന്നത്. ഇവിടെ ഇറങ്ങിക്കാളെ നമുക്ക് 4 മണി കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യാ, തന്ത എങ്ങൾക്ക് വിവരം ചെയ്യാം, എനിക്കിത് കഴിഞ്ഞിട്ട് വൈക്ക് പോകാനുള്ളതാണ് എന്ന് പറഞ്ഞു. ഈ തന്ത കുറച്ചൊരു ഐഡിയ ഉള്ളവനെ. ഇവൻ 5 വയസ്സായ ഒരു കുട്ടിന്റെ പേരന്റെ ഉള്ളിൽ ഈ കുട്ടിനെ പിടിച്ച് കണ്ട് വെയിലത്ത് ഓടി നിർത്തി. ഇവൻ ഈ പേരന്റെ പേരെന്ന് ഓടി വന്നിട്ട് തന്ത ഒരു കളില്ല, കുട്ടിയല്ലേ വെയിലോടുന്നത്. അപ്പൊ ഇയാൾ പറഞ്ഞൊരു വാക്കുണ്ട്, എന്റെ മോന് വെയിൽ കൊണ്ടപ്പോ എനിക്ക് പനിച്ചു, നിന്റെ മോനക്ക് വെയിൽ കൊണ്ടപ്പോ എന്ത് ചെയ്ത് നിനക്കും ചൂടായി. അപ്പൊ അവനാന്റെ മക്കളെ പറ്റി മാത്രം എന്ത് ചെയ്യുള്ളൂ, അവരാർക്ക് ബോധം ഉണ്ടാവുള്ളൂ. അപ്പൊ എന്റെ മുന്നിലിരിക്കുന്ന കുട്ടികൾ മനസ്സിലാക്കേണ്ട, ഒരു കാലത്ത് നിങ്ങളെ കയ്യോ കാലോ വളരുക എന്നുള്ള നിലയ്ക്ക് എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വെയിലും മഴയും സഹിച്ചുകൊണ്ട് വളർത്തിയ പിതാക്കന്മാരാണ് പിടിക്കുന്നത്. ഒരു കാലത്ത് നമ്മെ അതേപോലെ നോക്കിയ മാതാപിതാക്കന്മാരാണ് നമുക്കുള്ളത്. ഈ ബന്ധങ്ങളെ മറന്നുകൊണ്ടുള്ള ഒരു പ്രൊഫഷണലിസം, ഈ ബന്ധങ്ങളെ മറന്നുകൊണ്ടുള്ള ഒരു വളർച്ച ഒരു കാലത്തും ഗുണം പിടിക്കൂല, ഒരിക്കലും. ഞാന് ഒരു 10 ആളുകളെ ഇപ്പൊ ഗൾഫിൽ ജീവിക്കുമ്പോ നമ്മളെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരു 10 ആളുകളെ വിളിച്ചിട്ട് ഞാൻ ഒരു പഠനം നടത്തി. നിങ്ങൾക്കറിയുന്ന 1-2 ആൾക്കാരുണ്ടായി. എനിക്ക് കോമൺ ആയിട്ട് കാണാൻ കഴിഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, അവരെ ജീവിതത്തിന്റെ വിജയത്തിന്, വിജയം എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാക്കൽ മാത്രമല്ല, സന്തോഷത്തോട് കൂടിയിട്ട്
ജീവിക്കുന്ന ആളുകളിൽ കണ്ട കോമൺ ആയിട്ടുള്ള 3-4 എലമെന്റ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു എലമെന്റ് അവരുടെ മാതാപിതാക്കന്മാരെ മരിക്കുന്നത് വരെ സന്തോഷത്തോടു കൂടി നോക്കി മരിപ്പിച്ചു എന്നുള്ളതാണ്. വളരെ സ്ട്രേഞ്ച് ആണ്. ഞാൻ ഈ ഒരു കാര്യം ഒരിക്കൽ ഷാർജയിൽ ഇരുന്നിട്ട് ഒരു ഡിപ്ലോമാറ്റിക് ലെവലിലുള്ള ഒരു അറബിയുമായിട്ട് സംസാരിച്ചപ്പോഴും അതിനോട് ഒരു കഥ പറഞ്ഞു. ഈ മാതാപിതാക്കന്മാരെ പരിചരിക്കുക എന്നുള്ള വലിയൊരു കാര്യമാണ്. അപ്പൊ ഞാൻ ചോദിച്ചു എന്തേ? ഉപ്പനോട് പറഞ്ഞു എനിക്കൊരു അനുഭവം ഉണ്ട്. എന്താന്ന് വെച്ചാൽ അബുദാബിയില് ഒരു ഷെയ്ഖ് നെഹിയാൻ ബിൻ മുബാറക് എന്ന ആളുണ്ട്. എല്ലാവർക്കും അറിയാം, ഗൾഫ് പോയവർക്കൊക്കെ നമ്മുടെ അവിടുത്തെ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിരുന്ന വലിയ മീശ വെച്ചിട്ടുള്ള ഷെയ്ഖ് അബുദാബിന്റെ ഭരണാധികാരിയാണ്. അയാളെ പിതാവ് 10 കൊല്ലത്തിന് മേലെ എന്ത് ചെയ്തു? ബെഡഡായിരുന്നു. ഒരുപാട് കാലം ബെഡഡായിരുന്നു. ഇദ്ദേഹത്തിന് വേണമെങ്കിൽ 10,000 ആൾക്കാരെ വാപ്പാനെ നോക്കാൻ വേണ്ടി വെക്കാം. 10,000 അല്ല, അത്രയും വെക്കാം. അബുദാബിന്റെ ഭരണാധികാരിയല്ല. ഈ വർഷങ്ങൾ മുഴുവൻ രാവിലെ വന്ന് വാപ്പാനെ കുളിപ്പിച്ച് സിറ്റിംഗ് റൂമിൽ കൊടുന്നിരുത്തി ഭക്ഷണം കൊടുത്ത് തുടച്ചു കൊടുത്ത് വാപ്പാനെ അയാൾ പറയാ കണ്ടൊരാൾ നേരിട്ട് അയാൾ കൂടെ റബ്ബായിട്ട് വർക്ക് ചെയ്തിരുന്നു. ഇങ്ങനെ വാപ്പാനെ പിടിച്ച് തിരിച്ച് റൂമിലേക്ക് തിരിച്ചു കൊണ്ടുപോകുമ്പോൾ ഏതെങ്കിലും ഒരാൾ വീഴാൻ പോയി കഴിഞ്ഞാൽ പിടിച്ചയാൾക്ക് ദേഷ്യമാണ്. എന്റെ വാപ്പാനെ പിടിക്കാൻ പാടില്ല, ഞാൻ നോക്കിക്കോളാം. ഈ 10 വർഷത്തോളം നെയ്യാൻ ബിൻ മുബാറക്കിന് അദ്ദേഹത്തിന്റെ കക്കൂസും കുളിക്കലും ഭക്ഷണവും കാര്യങ്ങളും, ഓഫീസിൽ പോവും, ഭക്ഷണത്തിന്റെ ഉച്ചക്ക് സമയമാകുമ്പോൾ അയാൾ തിരിച്ചു വന്ന് ഭക്ഷണം കൊടുക്കും. അപ്പൊ ആ ഒരു ചരിത്രം കേട്ടപ്പോ എനിക്കിത് എന്റെ ഈ പഠനം സത്യമാണെന്ന് മനസ്സിലായി. നമ്മുടെ മുന്നിൽ ജീവിക്കുന്ന തെളിവാണിത്. അപ്പൊ എന്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മുന്നിലുള്ള നിങ്ങളുടെ മാതാപിതാക്കന്മാർ നിങ്ങളുടെ ജീവിത പരാജയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ്. അവർക്ക് ജീവിതകാലത്ത് സന്തോഷം നൽകാനും അവരുടെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ ജീവിക്കാനും പ്രവർത്തിക്കാനുമുള്ള ഒരു തയ്യാറെടുപ്പുണ്ട്. കാരണം ഇപ്പൊ എന്താ സംബന്ധിച്ച ദുനിയാവിൽ മെച്ചുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യുള്ളൂ, മറ്റോടൊന്നുണ്ടായിട്ട് കാര്യമില്ല. അങ്ങനെ പറഞ്ഞാൽ തന്നെ എന്ത് ചെയ്യുള്ളൂ, കാര്യം കിട്ടുള്ളൂ. അല്ല ഇവിടുന്നേ ദുനിയാവ് നല്ല ശീതക്കൽപ്പം മനസ്സിലാക്കണമെന്നില്ല, ഈ ലോകത്തിന് തന്നെ എന്ത് ചെയ്യണം, ഗുണം കിട്ടണം. അപ്പൊ ഈ ലോക വിജയത്തിനും എന്താണ്, മാതാപിതാക്കന്മാരെ സംരക്ഷിക്കുക അല്ലെങ്കിൽ അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് വളരെ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്. അപ്പൊ എന്റെ മുന്നിലിരിക്കുന്ന കുട്ടികള് ആ കാര്യത്തിൽ പ്രത്യേകം എനിക്ക് ചെറിയ 1-2 അനുഭവം കൂടി പറയാം. ഇവിടെ കൽപ്പഞ്ചേരി ഉണ്ടായ സംഭവം. ഇപ്പത്തെ മക്കളെ പറ്റി ഇങ്ങനെ ഇപ്പത്തെ മക്കളൊന്നുമല്ല, 80s ജനിച്ച മക്കളായ ഒരു 10-20 വർഷം മുമ്പ് അന്ന് എന്റെ അമ്മാവൻ അസലും ഈ ഗൾഫൊക്കെ ആളെ കൊണ്ടുപോയിരുന്ന ഒരു പരിപാടി ഉണ്ട്. ആളെ കൊണ്ടുപോയല്ല, പൈസ വാങ്ങിയിട്ടൊന്നുമല്ല, ആർക്കെങ്കിലും ഉപകാരം ചെയ്യാന്നല്ല. നമ്മളെ കൽപ്പഞ്ചേരിയുള്ള ഒരാളെ മോനെ ഈ ജുമേറ ഹോട്ടൽസ്, നമ്മൾ അക്ബറൊക്കെ ഉണ്ടായിരുന്നു ഹോട്ടൽസിൽ, അക്ബറൊക്കെ ഉണ്ട്, ജുമേറ ഹോട്ടൽസിൽ വർക്കിന് നിർത്തി. അക്ബറിന് അറിയാ നല്ല സുഖമാണ്. നല്ല സുഖം വെച്ചാൽ ലോണ്ടറി അടക്കം കമ്പനിയാണ് പ്രൊവൈഡ് ചെയ്യുക. കമ്പനിന്റെ ഹോട്ടലിന്റെ ബോണസ് അടക്കം സ്റ്റ്യൂവാർഡിങ്ങും അതേപോലെ തന്നെ ഈ ഹൗസ് കീപ്പിംഗ് ഒക്കെ ആയിരുന്നു അവരെ പണി ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു പാവം കാക്കാന്റെ മോനാണ്. അപ്പൊ ഞാൻ അങ്ങനെ ഒരു ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോ എന്ത് ചെയ്ത് ഇവന്റെ പാസ്പോർട്ട് കോപ്പി അയച്ച് വളരെ സുഖത്തിൽ ജീവിക്കുകയാണ്. അങ്ങനെ മോനെ 4 കൊല്ലോ 3 കൊല്ലമായിട്ട് അവിടെ നിന്ന് ഇവിടെ നാട്ടിൽ വന്ന് ഒരു പെണ്ണ് കെട്ടിയിട്ട് എന്ത് ചെയ്ത് ദുബായിക്ക് പോയി. അപ്പൊ അന്ന് ഞാൻ കൂടല്ലൂർ ടീ ഫാക്ടറി നടത്തുകയാണ്. അപ്പൊ ഞാൻ വെള്ളിയാഴ്ച രാത്രി ഞാൻ സാധാരണ വീട്ടിൽ വരും, ശനിയാഴ്ച രാവിലെ എനിക്ക് കാക്ക വന്നു. അപ്പൊ എന്നെ അമീൻ കാക്കാന്നാ വിളിച്ചത്. 10-75 വയസ്സുണ്ട് ഇപ്പൊ. അങ്ങനെ അയാൾ ഒരു കത്ത് കൊടുത്തു. ഇതെന്താ കാക്കാന്ന് വെച്ചാൽ പേര് ഞാൻ പറഞ്ഞു. എന്റെ മോനെ അയാൾ കണ്ണിന്ന് കണ്ണീരും വരുന്നുണ്ട്. എന്റെ മോനെ അയച്ചതാണ്. അപ്പൊ എന്താണ് കത്ത് നിങ്ങൾ പറയുന്നു പറഞ്ഞു. എല്ലാം എനിക്ക് പറയാൻ വയ്യ, ഞങ്ങൾ വായിക്കുന്ന പറഞ്ഞു. അപ്പൊ എന്താ മോനെ എഴുതിക്കണെന്ന് അറിയോ? നിങ്ങളും ഉമ്മയും കൂടി അവിടെ സുഖമായിട്ട് കിടന്നുറങ്ങാണ് പെരിയില്. ഞാൻ കല്യാണം കഴിച്ച ഒരു ചെറുപ്പക്കാരൻ ഇവിടെ എന്റെ പെണ്ണുങ്ങൾ നാട്ടിൽ വന്നു. ഞാനിവിടെ ഇങ്ങനെ പൈസ അയച്ചു ഞങ്ങൾ ഇങ്ങനെ സൂക്ഷിച്ച് ജീവിക്കുക. അത് വേണ്ട, ഞാൻ പണി ഒഴിവാക്കി ഞാൻ ആണ്ട് വരെ നമുക്ക് എല്ലാവർക്കും കൂടി എന്ത് ചെയ്യാം, ബുദ്ധിമുട്ടി ജീവിക്കാന്നാണ് കത്തിന്റെ ഉള്ളടക്കം. അങ്ങോട്ട് ക്യാൻസൽ ചെയ്ത് വന്ന് ആ പണിയൊക്കെ റിസൈൻ ചെയ്തിട്ട് പോകാൻ ഇവിടെ വന്നു. എന്താ കുറെ ആളെ പറയണ്ട. പക്ഷെ എന്നിട്ടുണ്ടായ ഒരു ഭീകരമായ ഒരു അന്തരീക്ഷം ഞങ്ങൾക്ക് പറഞ്ഞുതരാം. അവനിവിടെ ഇവിടെ വന്ന് തല്ലുപൊടിയും കാര്യങ്ങളൊക്കെ ആയി വരും. ഒരു 5-6 മാസമായപ്പോ പയ്യർക്ക് മനസ്സിലായി
പിരാന്തായി, മൂച്ചി പിരാന്ത്. എന്റെ വാപ്പാന്റെ ഒരു തല്ലുമുടിയും കാര്യങ്ങളും പ്രശ്നവും അടിയും കൂട്ടിയും അങ്ങനെ അവനെ കുതിരത്തുണ്ടാക്കിയത്. ഞാൻ പറഞ്ഞു കുതിരത്തുണ്ടായി കളവാനല്ലേ. അങ്ങനെ അവൻ വന്നു ഒരു ദിവസം വിക്കാസായിട്ട് വാപ്പാന്റെ നിർമ്മലി നോക്കിയത്. പിന്നെ ഞാൻ പറഞ്ഞു അവനോട് നീ പറഞ്ഞ കൽപ്പഞ്ചേരി കാണാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് മോനിപ്പോ പിന്നെ നമ്മളെ കിഴക്ക് ഭാഗത്തൊരു സ്ഥലത്ത് പോയി ജീവിക്കണം. അപ്പൊ ഇതിൽ നിന്ന് വലിയൊരു പാടുണ്ട് നമ്മളെ മക്കൾക്ക്. ഇത് നമ്മളെ ലൈവ് എക്സാമ്പിൾ ആണ്. വാപ്പാരിമാരും ദ്രോഹിച്ചാലുണ്ടാണ്, നമ്മൾ സൂചിപ്പിച്ചാലുണ്ടാണ് ഗുണം പറഞ്ഞല്ലോ. അപ്പൊ ഇപ്പൊ വളർന്നു വരുന്ന തലമുറ അവനക്കും അവന്റെ പെണ്ണുങ്ങൾക്കും പിന്നെ തട്ടാൻക്കും എന്ന് പറഞ്ഞ ഒരു ഒരു ചിന്തയിലേക്ക് നമ്മളെ കുട്ടികൾ എഴുതി പോവുക. ഇവിടെ കൽപ്പഞ്ചേരി ഉണ്ടായ ഒരു അതിശയോക്തിയൊന്നും. നിങ്ങൾ വളരെ സൂക്ഷിച്ചോളി മക്കളെ. ഉമ്മാരേറ്റും ബാപ്പാരേറ്റൊക്കെ പെരുമാറുമ്പോ വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ആ ഒരു കാര്യങ്ങളൊക്കെ ഉള്ളിൽ വെച്ചിട്ട് മേലാൽക്ക് ഇനി പെരുമാറിയുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. രണ്ട് കാര്യം കൂടി പറഞ്ഞു. എല്ലാവരും അങ്ങനത്തെ സ്പീച്ചിലൊക്കെ സക്സസ് സ്റ്റോറി ചോദിക്കും, സക്സസ്ഫുൾ സ്റ്റോറി, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് സക്സസ് എന്നുകൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അതായത് ഞാൻ പഠിച്ചോ, ഞാനൊരു ചെറിയൊരു കാര്യങ്ങളെ മനസ്സിലേക്ക് ഇട്ടേ. നിങ്ങളെ നാട്ടിലെ കുടുംബത്തിലോ അല്ലെങ്കിൽ അയൽവാസിയിലോ ഉള്ള വിജയിച്ച ഒരു 5 ആൾക്കാരെ മനസ്സിൽ കൊണ്ടുവരിക. പരാജയപ്പെട്ട ഒരു 5 പേരെയും മനസ്സിൽ കൊണ്ടുവരിക. പൈസ ഉണ്ടാക്കിയവരുണ്ടോ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് മര്യാദ ജീവിച്ച ആൾക്കാരെ ഇട്ടാൽ മതി. നമ്മളൊരു ചെല്ലുണ്ടല്ലോ, കഞ്ഞി കുടിച്ചിട്ടാണെങ്കിലും എന്ത് ചെയ്യാ, സന്തോഷത്തോടെ കഴിയാന്ന്. ആ ലെവലിൽ ജീവിക്കണ 5 ആൾക്കാരെ കൊണ്ടുവരാൻ. എന്നും പ്രശ്നവും പ്രാരാബ്ദവും ബുദ്ധിമുട്ടും എല്ലാരും കുറ്റപ്പെടുത്തി നടക്കേണ്ട ഒരു 5 ആൾക്കാർ മനസ്സിലുണ്ട്. ഇവര് കോമൺ ആയിട്ടുള്ള ചില ഫാക്ടേഴ്സ് ഉണ്ടാവും, കോമൺ ഫാക്ടേഴ്സ് ഉണ്ടാവും. അതിലൊന്ന്, അവനക്ക് എന്തെങ്കിലും ഒരു സാഹചര്യം കിട്ടിയ സമയത്ത് അത് സമയത്തിന് ഉപയോഗിക്കാതെ ചെയ്തവനായിരിക്കും. ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയ സമയത്ത് ആ ഓപ്പർച്യൂണിറ്റി സമയത്തിന് ചെലവഴിക്കാത്തവനാണ് പരാജയപ്പെട്ടവരുണ്ടാവുക. നേരെ തിരിച്ച് വിജയിച്ചവരില് ആ ഓപ്പർച്യൂണിറ്റി സമയത്തിന് ഉപയോഗിച്ചവരും. കുറെ കഴിഞ്ഞ് വണ്ടി പോയി ശരിക്കും എടുക്കാൻ പോയിട്ട് കാര്യമൊന്നുമില്ല. അതേപോലെ ഞാൻ എന്റെ പ്രസംഗം തുടങ്ങിയപ്പോ പറഞ്ഞതുപോലെ വൈരാഗ്യം, വെറുപ്പ്, വിദ്വേഷം, റിവഞ്ച് ഇതേറ്റ് നടക്കുന്ന കുറെ മനുഷ്യന്മാരെങ്കിൽ ഈ പരാജയപ്പെട്ട 5 ആൾക്കാർക്ക് കാണാൻ പോസിറ്റീവ് തോട്ട് എന്തൊരു പ്രയാസം വന്നാലും അതിനൊരു പോസിറ്റീവായി കാണുന്ന മെന്റാലിറ്റി ഉള്ളവന് സന്തോഷമായി. മൂന്നാമത്തൊന്ന്, ഈ 5 ആൾക്കാരിൽ പരാജയപ്പെട്ടവരിൽ മാതാപിതാക്കന്മാരായിട്ടുള്ള ബന്ധങ്ങളൊന്ന് മനസ്സിൽ കൊടുന്നാൽ മതി. വിജയിച്ച ആൾക്കാരിൽ അവര് മാതാപിതാക്കന്മാരായിട്ടുള്ള ബന്ധം ഒന്ന് മനസ്സിൽ കൊടുന്നാൽ മതി. ഇത് തന്നെയാണ് സക്സസ് സ്റ്റോറി എന്ന് പറയുന്നത്. ഇപ്പൊ എന്റെ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ കൂട്ടായ്മ സർവോപരി ആനന്ദത്തോടും സന്തോഷത്തോടും സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടി പരസ്പരം നിലനിർത്തേണ്ടതുണ്ട്. അതിനെല്ലാവരുടെയും, കാരണം ഏതൊരു സംഘടന കൊണ്ടു നടക്കുമ്പോഴും കുറെ കുറ്റപ്പെടുത്തലും അതേപോലെ തന്നെ കുറെ പ്രയാസങ്ങളും അതിന് മുന്നിൽ നിൽക്കുന്ന ആൾക്കാർക്ക് കുറെ പിന്നെ മറ്റേ കൈപ്പേറിയ അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. അതിപ്പോ ഏത് സംഘടനയിലും ഏത് പ്രസ്ഥാനത്തിലും ഉണ്ടാവും. പക്ഷേ അതിന് നെറ്റ് എഫക്ട്, അതിന്റെ റിസൾട്ട് ഒരിക്കലും ഒരാളോ 2 ആളോ വിചാരിച്ചാൽ കൊടുക്കാൻ കഴിയില്ല. ഒരു കൂട്ടായ്മക്ക് മാത്രമേ പറ്റുള്ളൂ. അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എന്റെ പ്രസംഗം ശ്രവിച്ച നമ്മുടെ യങ്സ്റ്റേഴ്സ് അവരുടെ ജീവിതത്തിൽ കാതലായ ഒരു നാഴികക്കല്ലായി ഈ പോയിന്റ്സ്, ഞാൻ എന്നുള്ള വ്യക്തി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ എടുക്കേണ്ട ആ പോയിന്റ്സ് എടുത്തുകൊണ്ട് ഉപകാരപ്രദമായി മുന്നോട്ട് പോകണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഈ ഉദ്ഘാടനം ഇവിടെ എല്ലാവരും കൂടി നടത്തിയിരിക്കുകയാണ്. ഈ പരിപാടി വിജയമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സർവശക്തന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നമ്മുടെ പേരിൽ വർഷിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ്. അനുഭവങ്ങളുടെ ചൂടും ചൂരും പ്രസരിപ്പിച്ച പ്രഭാഷണം, പ്രായോഗിക ജീവിതത്തിന്റെ നല്ല പാഠങ്ങൾ, കൂട്ടായ്മ, സുരക്ഷിത ബോധം, ഷെയറിംഗ്, വിദ്യാഭ്യാസം, വെറുപ്പില്ലാത്ത, വിദ്വേഷമില്ലാത്ത, പ്രതികാരമില്ലാത്ത, അസൂയയില്ലാത്ത ലോകം, ആത്മവിശ്വാസം, സാമ്പത്തിക ആർത്തിയില്ലായ്മ, അധ്വാനശേഷി,
തട്ടിപ്പിൽ തലവെക്കാതിരിക്കൽ, വിഷയങ്ങൾ പഠിച്ചു മുന്നോട്ട് പോകൽ, ദൈവവിശ്വാസം ഉൾക്കൊള്ളൽ, താരതമ്യം ഒഴിവാക്കൽ, സംതൃപ്തി നേടൽ, ജീവിതം ആസ്വദിക്കൽ, മക്കൾക്ക് വേണ്ടി സമ്പാദ്യം കരുതാതിരിക്കൽ, മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ജീവിക്കാൻ ശ്രമിക്കൽ, മറ്റുള്ളവർക്ക് വേണ്ടി ബുദ്ധിമുട്ടാൻ തയ്യാറാവൽ, മൂല്യങ്ങൾ മുറുകെ പിടിക്കൽ, മുതിർന്നവരെ ബഹുമാനിക്കൽ, സോഷ്യൽ മീഡിയ നിയന്ത്രിക്കൽ, സമൂഹത്തെ അറിഞ്ഞു പെരുമാറൽ, വൈകാരിക പ്രകടനങ്ങൾക്ക് അവസരമൊരുക്കൽ, മാതാപിതാക്കളെ സംരക്ഷിക്കൽ, വ്യത്യസ്തമായ മൂല്യങ്ങളോടെ വ്യത്യസ്തമായ സ്വഭാവ ഗുണങ്ങൾ നമ്മുടെ സമൂഹത്തിലും നമ്മുടെ വിദ്യാർത്ഥികൾക്കും ഒരു തിരുമുൾ കാഴ്ച സമർപ്പിച്ച ഈ പ്രഭാഷണത്തിന് ഈ ഗ്രൂപ്പിന്റെ പേരിൽ, ഈ കൂട്ടായ്മയുടെ പേരിൽ എല്ലാവിധ നന്ദിയും ആശംസകളും വിജയങ്ങളും അമീൻ സാഹിബിന്റെ പ്രവൃത്തിയിലും ബിസിനസ്സിലും ഉത്തരോത്തരം പുരോഗതിയും ആശംസിക്കുന്നു.